ഒരു സകല കലാവല്ലഭയാണ്. കബഡി പ്ലെയർ ആണ്, മോഡലാണ്, ഇൻഫ്ലുവൻസർ ആണ്, യൂട്യൂബർ ആണ്. സോ ലെറ്റ് മീ വെൽക്കം നീരജ അമ്മൂസ്. വൾഗറായിട്ട് വിളി ലൈക്ക് നമ്മുടെ പേഴ്സണൽ പാർട്സിനെയൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഭയങ്കര വൾഗറായിട്ടുള്ള കമന്റ്സ് ഒക്കെ ഇടുമ്പോൾ പറയടി അത് ചെടി ഇത് ചെടി ഇതൊക്കെ എന്തിനാ ഞങ്ങളോട് പറയുന്നതൊക്കെ. എല്ലാ വീഡിയോയ്ക്കും വരുന്ന എല്ലാ കമന്റ്സും ഇങ്ങനെയാണ്. യുകെയിലെ അപ്പൂപ്പന്മാരുടെ പണി ഈ നീ ഇത്രയും ജാട കാണിക്കേണ്ട ആവശ്യം അതൊരു ചെറിയ പണിയാണ്. നാളെ ഈ കമന്റ് ഇട്ട ആളുടെ അച്ഛനമ്മ. എനിക്ക് ഒരുപാട് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. തിളച്ച ചായ മുഖത്തൊഴിച്ച സിറ്റുവേഷൻ വരെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇത് മുഖത്തല്ല, പുള്ളി ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ ഒരു ഒഴിപ്പാണ്. അപ്പൊ നമ്മൾ ഇവിടെ അങ്ങ് ചുമന്ന് പുള്ളി പോകുന്ന സിറ്റുവേഷൻ. ഒരാളെയും വിശ്വസിക്കരുത്, ഒറ്റ മനുഷ്യരെ വിശ്വസിക്കരുത്. ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ആരെയും നമ്മൾ കൂട്ടുകൂടരുത്. നീരജയുടെ വീഡിയോയുടെ താഴെ നമ്മൾ കാണുന്ന ഒരു സാധനമാണ് യു കെ യു കെ യു കെ യു കെ. എന്ത് പറഞ്ഞാലും യു കെ. എന്നെ ഞാനാക്കിയത് യു കെ ആണ്. നീരജയുടെ ബിഗ് സർപ്രൈസ് സാധനമാണ് ഞാനിപ്പോ ഓപ്പൺ ആയിട്ട് ജാങ്കോ സ്പേസിൽ കൂടെ റിവീൽ ചെയ്തിരിക്കുന്നത്. അപ്പം കറന്റ്ലി ഇപ്പോൾ എന്താണ് എയിം, എന്തിനാണ് ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ അച്ഛനമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്കറിയാം എന്തെങ്കിലും ഒരു ദിവസം നീരജയുടെ അച്ഛനമ്മയാണെന്ന് പറഞ്ഞ അവർ തല ഉയർത്തി നിൽക്കുന്നത്. അവര് പോയിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ കൊണ്ടുപോകണം, അവര് കഴിച്ചിട്ടില്ലാത്ത ഫുഡ് കഴിപ്പിക്കണം. അതാണ് ഇപ്പോഴത്തെ ഈ. വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഞാൻ കിങ്ങിണി. ഇന്ന് എൻ്റെ കൂടെയുള്ള ഗസ്റ്റ് ഒരു സകല കലാവല്ലഭയാണ്. കബഡി പ്ലെയർ ആണ്, മോഡലാണ്, ഇൻഫ്ലുവൻസർ ആണ്, യൂട്യൂബർ ആണ്. ഇനി എന്തൊക്കെ വിശേഷണങ്ങളാണ് കൊടുക്കേണ്ടത് എനിക്ക് അറിയത്തില്ല. അതിലുപരി ഇവിടെ വന്നിരുന്നപ്പോൾ തൊട്ട് എന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചിരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ലെറ്റ് മീ വെൽക്കം നീരജ അമ്മൂസ്. വെൽക്കം ടു ദി ഷോ. എന്തുണ്ട് വിശേഷം? സുഖമാണോ? സുഖം, ഒരു പ്രശ്നമില്ലാണ്ട് വളരെ നന്നായിട്ട് പോകും, സന്തോഷമായിട്ട് പോകുന്നു. ഒരു പ്രശ്നങ്ങളും ഇല്ല ഇപ്പൊ കറന്റ്ലി. ഒരു പ്രശ്നങ്ങളില്ല. ഹാപ്പി ആയിട്ട് പോകും. യൂട്യൂബിലുള്ളവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരുന്നാൽ മതിയല്ലേ? അയ്യോ, അതിനെ കുറിച്ചൊന്നും ആലോചിക്കാം. യൂട്യൂബും വലിയ പ്രശ്നമില്ല, ഫേസ്ബുക്കാണ്. ഫേസ്ബുക്കിലും ഭയങ്കര ആക്റ്റീവ് ആണല്ലേ? അയ്യോ, അത് ഞാൻ കണ്ടില്ല കേട്ടോ. എനിക്ക് ഫേസ്ബുക്ക് ഇല്ലാത്തതുകൊണ്ടായിരിക്കും അത് ഞാൻ കണ്ടില്ല. യൂട്യൂബിലെയും ഇൻസ്റ്റയിലെയും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിക്കുകയും ചെയ്തു, ഈ കമന്റ്സ് ഒക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ കണ്ടിട്ട് വായിച്ചിട്ട് ഭയങ്കര ഡെസ്പ് അടിച്ചിരിക്കുന്ന ഒരാളാണെന്ന്. പക്ഷെ അങ്ങനത്തെ ഒരാളേ അല്ല. ആയിരുന്നു ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നു, ഇപ്പൊ അല്ല. മുതലാണെങ്കിലും കമന്റ്സ് ഞാൻ അങ്ങനെ റീഡ് ചെയ്യുന്ന ആളെ അല്ലായിരുന്നു. പക്ഷെ റീഡ് ചെയ്യാൻ പറ്റാത്തതല്ല, സമയം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു സമയം ആയ സമയത്ത് കുറെ പേര് എനിക്ക് ഇങ്ങനെ അയച്ചു തരാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെയാണ് വരുന്ന, ഇത്രയും വൃത്തികെട്ട രീതിയിലൊക്കെയാണ് വരുന്നത്. അമ്മേനെയും അച്ഛനെയും വീട്ടിലുള്ള കുഞ്ഞു കുട്ടികളൊക്കെ പോലും വളരെ മോശമായിട്ട് പറയുന്നുണ്ട്, നീ എന്തിനാ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ഞാൻ അമ്മേനെ വിളിച്ചിട്ട് ചോദിച്ചു, അമ്മ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം അമ്മയ്ക്കും വലിയ പ്രശ്നം. പക്ഷെ അവരങ്ങനെ പറയുന്നവർ പറയട്ടെ, നീ എന്തിനാ മൈൻഡ് ചെയ്യുന്നത്. ഞാൻ എന്നിട്ടാണ് ഞാൻ ചെന്ന് കയറി നോക്കുമ്പോൾ ഞാൻ ആലോചിക്കുക, ഇത്രയും വൾഗറായിട്ട് ലൈക്ക് ചീത്ത വിളി ലൈക്ക് നമ്മുടെ പേഴ്സണൽ പാർട്സിനെയൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഭയങ്കര വൾഗറായിട്ടുള്ള കമന്റ്സ് ഒക്കെ ഇടുമ്പോൾ ഈ ഒരു വീഡിയോ ഇത് റിലേറ്റഡ് ആയിട്ട് ഒരു കാര്യവും ഇല്ല. നീ പോയി നിന്റെ തന്തയോട് പറയടി അത് ചെടി ഇത് ചെടി ഇതൊക്കെ എന്തിനാ ഞങ്ങളോട് പറയുന്നതൊക്കെ. ആ സമയത്ത് ഒന്നോ രണ്ടോ കമന്റ്സ് ആണെങ്കിൽ ഓക്കെ. എല്ലാ വീഡിയോയ്ക്കും വരുന്ന എല്ലാ കമന്റ്സും ഇങ്ങനെയാണ്, നെഗറ്റീവ് കമന്റ്സ്. സോ അപ്പൊ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ എന്റെ പ്രശ്നമായിരിക്കും, എന്നെ ആരും അക്സെപ്റ്റ് ചെയ്യുന്നില്ല, അപ്പം വേണ്ട വീഡിയോസ് ഒന്നും ഇടണ്ട, വീഡിയോസ് ഒക്കെ അങ്ങ് നിർത്തിയേക്കാന്നൊക്കെ വിചാരിച്ച് അങ്ങ് നിന്നു. എന്നിട്ട് ഞാൻ വിചാരിച്ചു ഇപ്പൊ അങ്ങനെ ഇഷ്ടമില്ലാത്തവർക്ക് പിന്നെ ഇത്ര ഫോളോ ചെയ്യുന്ന ഇത്ര ഒരുപാട് ഫോളോ ചെയ്യും, വീഡിയോസ് എല്ലാം ഇരുന്ന് കാണുകയും ചെയ്യും, എന്നിട്ട് കമന്റ് ഇടുകയും ചെയ്യും. പിന്നെ കൂടുതലും വരുന്നത് ഫേക്ക് അക്കൗണ്ടിൽ നിന്ന്. പിന്നീട് ഞാൻ കുറെ ഒരു മാസമൊക്കെ വീഡിയോ ഇടാണ്ടായി. ഞാൻ കുറച്ച് വേണ്ട, അതുകൊണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഒരു 5 months ബിഫോർ ഉള്ളൊരു യൂട്യൂബ് വീഡിയോ ഉണ്ട്, ഞാൻ ഇനി വീഡിയോ ചെയ്യാൻ പോകുന്നില്ല, ഞാൻ നിർത്തുകയാണെന്ന് പറഞ്ഞു. അത് ഇതായിരുന്നു അതിന്റെ റീസൺ. അത് റീസൺ ഇത് കമന്റ്സ് തന്നെയാണ്. പക്ഷെ ഞാൻ വീഡിയോ നിർത്തണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ അല്ലായിരുന്നു. അത് ചുമ്മാ യൂട്യൂബിന്റെ ഇത് ആക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഒരു ആൾക്കാരെ കേറ്റാൻ വേണ്ടിട്ട് തമ്മിൽ ഇട്ടതാണ്. അവരും കൂടെ അറിഞ്ഞിരിക്കണമല്ലോ എന്താണ് സംഭവിക്കുന്നതെന്ന്. ഇങ്ങനെ കമന്റ്സ് ഒക്കെ വന്നതിന് ശേഷം ഞാൻ പിന്നെ കയറി നോർമലായിട്ട് ആൾക്കാരുടെ വീഡിയോസ് ഒക്കെ കാണുന്ന സമയത്ത് ചുമ്മാ അവരെ കമന്റ്സ് ഒക്കെ വയ്ക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്റെ വീഡിയോക്ക് മാത്രമല്ല, ഒരു കുഞ്ഞു കുട്ടി ഒരു സ്റ്റേജിൽ നിന്ന് ഡാൻസ് കളിക്കുന്നത്, അത് ആ കുട്ടീന്റെ കഴിവ് അങ്ങോട്ട് കളിച്ചാൽ പോലും ആ കൊച്ചിനെ വരെ
വളരെ വൃത്തികെട്ട രീതിയിൽ. അപ്പൊ ഞാൻ വെച്ചാൽ നമ്മൾ അവരെ വായടക്കേണ്ട ആവശ്യമില്ല, നമ്മൾ നമ്മുടെ ഇഷ്ടപ്രകാരം ചെയ്യുന്നു. ഇത്രയും എഫേർട്ട് എടുത്ത് ഇത്രയും ആൾക്കാരെ നമ്മൾ നോക്കി, അത്രയും നമ്മൾ ജോലിക്കിടയിൽ നിന്നാണ് ഇത്രയും വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. ഇതൊക്കെ ചെയ്ത് നമ്മൾ എഫേർട്ട് എടുത്ത് നമ്മളൊരു വീഡിയോ അതിന് പോലും പറ്റാതെ വീട്ടിൽ ചുമ്മാ ചൊറിയും കൊത്തി ഫേക്ക് അക്കൗണ്ടിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്ന് കമന്റ് ചെയ്യുന്ന ആൾക്കാർ, സ്വന്തം ഐഡന്റിറ്റി പോലും പുറപ്പെടുവിക്കാൻ പറ്റാതെ കുറേ എണ്ണം. അവർ ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ എന്തിനു നിർത്തണം? പിന്നെ എന്റെ അച്ഛനും അമ്മയ്ക്കും പ്രശ്നമില്ല, ഫാമിലി ഭയങ്കര സപ്പോർട്ടാണല്ലേ. ഞാൻ കണ്ടിട്ടുള്ള, എനിക്ക് തോന്നുന്നു ഞാൻ കുറെ വീഡിയോസ് ഒക്കെ ഇരുന്ന് കണ്ടു, എല്ലാ വീഡിയോസിലും ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ് നീരജ ഉണ്ടെങ്കിൽ അതിൽ ഫാമിലി ഭയങ്കര ഇമ്പോർട്ടൻറ്റാ. ഇൻ കേസ് ഇനിയിപ്പം UK വെച്ചിട്ട് എടുത്തിട്ടുള്ള വീഡിയോ ആണെങ്കിൽ പോലും 10-15 വട്ടമെങ്കിലും ഫാമിലി മെൻഷൻ ചെയ്യും, പറയുന്നുണ്ടാവും. അപ്പൊ ഏറ്റവും വലിയ സപ്പോർട്ടീവ് ഫാക്ടർ ഫാമിലി തന്നെയാണോ? സപ്പോർട്ടീവ് ഫാക്ടർ എന്നതിനുപരി ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്, ഞാൻ സിംഗിളായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്, അപ്പം മാരീഡ് അല്ല. അപ്പൊ ആ ഒരു സമയത്ത് ഞാൻ ചോദിക്കാനിരിക്കുക, അതിലേക്ക് ഞാൻ വരാം. പോട്ടെ സിംഗിളായിട്ട് ജീവിക്കുന്നത്. അപ്പം കറന്റ് ഇപ്പോൾ എന്താണ് എന്തിനാണ് ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. കാരണം കുഞ്ഞുനാൾ മുതൽ ഈ ഡാൻസും പാട്ടും ഒക്കെ ആയി എന്നെ എൻ്റെ അമ്മ കുഞ്ഞുനാൾ മുതലേ കുറേ സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോകായിരുന്നു, കുറേ പാട്ടിനൊക്കെ കൊണ്ടുപോകായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മുടെ നാട്ടിൽ ഒരു പണിയില്ലാതെ ചൊറിയും കുത്തിയിരിക്കുന്ന ആൾക്കാർ, അവളെ രാത്രി അവിടെ പോകുന്നു, രാത്രി ഈ പ്രോഗ്രാമിന് പോകുന്നു, രാത്രി എവിടെയാണ് പോകുന്നതെന്ന് ആർക്കറിയാം? ഈ നാട്ടിലുള്ളവരൊക്കെ അന്ന് തന്നെ ഇതൊക്കെ പറയും, അന്ന് പണ്ട് മുതലേ ഉണ്ട്. അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയൊക്കെ തല താഴ്ക്കാതെ എന്താണോ നിനക്ക് ചെയ്യാൻ ഇഷ്ടം അത് നീ അങ്ങോട്ട് ചെയ്യുക. ആ ഒരു സമയത്ത് എനിക്കറിയാം എന്തെങ്കിലും ഒരു ദിവസം നീരജയുടെ അച്ഛനും അമ്മയാണെന്ന് പറഞ്ഞ അവർ തല ഉയർത്തി നിൽക്കുന്നു. ആ ഒരു പൊസിഷനിലാണ് അവരിപ്പോ നിൽക്കുന്നത്. പിന്നെ അവര് നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ടാണ് നോക്കിയതും വളർത്തിയതും. ഞങ്ങളുടെ ഒരു കുഞ്ഞൊരു വില്ലേജിലാണ് ഞങ്ങൾ താമസിക്കുന്നത്, നെടുമങ്ങാട് എന്ന് പറഞ്ഞിട്ടൊരു വില്ലേജിലാണ് താമസിക്കുന്നത്. അപ്പം ആ നാട്ടില് എൻ്റെ അമ്മ ഗവൺമെന്റ് ജോലി ഉദ്യോഗസ്ഥയാണ്. അപ്പം ആ നാട്ടില് ഫസ്റ്റ് ആയിട്ട് തന്നെ പിസ്സ കഴിക്കുന്നത്, ബർഗർ കഴിക്കുന്നത് കുഞ്ഞുനാളിൽ കേട്ടോ, 4ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നപ്പോൾ ആ നാട്ടില് നമുക്ക് അമ്മ നിങ്ങളിത് കഴിച്ച് വളരണം, നാടെന്താണെന്ന് അറിയണം, പുതിയ കാര്യങ്ങൾ എന്താണെന്ന് അറിയണം. അപ്പൊ അന്ന് മുതലേ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ഫസ്റ്റ് ആയിട്ട് തുടക്കം നൽകുന്നത്. അപ്പൊ അത്രയും നന്നായിട്ട് നോക്കിയ പാരന്റ്സിന് വലുതാകുമ്പോൾ നമ്മൾ എന്തായാലും സന്തോഷം. അപ്പൊ അവര് പോയിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ കൊണ്ടുപോകണം, അവര് കഴിച്ചിട്ടില്ലാത്ത ഫുഡ് കഴിപ്പിക്കണം. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ. അതുകൊണ്ട് തന്നെ അവരാണ് നീരജയുടെ ഈ ഒരു വളർച്ചയ്ക്ക് പിന്നിലുള്ള ഏറ്റവും വലിയ സപ്പോർട്ട്. ഉറപ്പായിട്ട് അവർ തന്നെയാണ്. അവരും വായിക്കാറുണ്ടോ ഈ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ എടുത്ത്? അവര് വായിക്കാറില്ല, പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു പണിയില്ലാതെ ചൊറി പിടിച്ചിരിക്കുന്ന കുറച്ച് ആൾക്കാർ, ഇവര് അമ്മയ്ക്കാണെങ്കിൽ വാട്സപ്പിൽ അയച്ചു കൊടുക്കും, എങ്ങനെയൊക്കെ കമന്റ്സ് വന്നിട്ടുണ്ട്. പേഴ്സണലി അമ്മയ്ക്ക് അമ്മയ്ക്ക് പരിചയമുള്ള ആൾക്കാരാണ് അമ്മയ്ക്ക് അയച്ചു കൊടുക്കും. എന്ത് സന്തോഷമല്ലേ കിട്ടുന്നത്. അച്ഛനാണെന്നുണ്ടെങ്കിൽ അച്ഛൻ ഒരു കുഞ്ഞു സ്റ്റേഷനറി ഷോപ്പാണ് അച്ഛനുള്ളത്. അച്ഛന്റെ കടയിൽ ആൾക്കാർ സാധനം വാങ്ങാൻ വരുമ്പോൾ മോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടു, താഴെ വരുന്ന കമന്റ്സ് ഒക്കെ വായിച്ചിട്ട് തന്നെയാണോ വീഡിയോ ഒക്കെ നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഡയറക്റ്റ് ചോദിക്കും അച്ഛൻ്റെ അടുത്ത്. ഇപ്പോഴും അങ്ങനത്തെ ആൾക്കാർ നമ്മൾ സീരിയലിലും സിനിമയിലും ഒക്കെ കാണുന്നുണ്ട്. ഇപ്പോഴും ഈ ടോക്സിക് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഡയറക്റ്റ് ഇപ്പോൾ നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ ഫേക്ക് അക്കൗണ്ടിന്റെ ബാക്കിൽ ഇരുന്ന് സംസാരിക്കുന്നവരെ അറിയാം, പക്ഷെ അച്ഛന്റെ അമ്മയുടെ അടുത്ത് ഡയറക്റ്റ് ആയിട്ട് എന്നിട്ട് ആ മോൾ ഇങ്ങനെയാ അങ്ങനെ പറയുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. സത്യം പറഞ്ഞാൽ അത് ഡയറക്റ്റ്ലി എൻ്റെ അച്ഛനും അമ്മയും കഴിഞ്ഞ ഒരു വർഷം വരെ ഞാൻ എന്ത് വീഡിയോസാണ് ഇടുന്നത്, എങ്ങനത്തെ വീഡിയോസാണ് ഇടുന്നത് എൻ്റെ അച്ഛനും അമ്മയും കണ്ടിട്ടില്ല. കാരണം അവർക്ക് ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കൊക്കെ ഉണ്ട്, പക്ഷെ എൻ്റെ വീഡിയോസ് ഒന്നും അവർ കണ്ടിട്ടില്ല. ഞാൻ അയച്ചു കൊടുക്കാറുമില്ല. ഞാൻ ഇങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്ന് അവർക്കറിയാം, പക്ഷെ എന്താണ് സംഭവം എന്ന് അവർക്ക് അറിയത്തില്ലായിരുന്നു. ഈ കഴിഞ്ഞ റീസെന്റ് ഒരു വർഷമായിട്ടാണ് ഇങ്ങനെ ആൾക്കാർ കമന്റ്സ് ഒക്കെ ഇടുമ്പോൾ അമ്മ ചോദിക്കും എന്ത് വീഡിയോ ഇട്ട് എനിക്ക് അയച്ചു ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ അയച്ചു കൊടുക്കും. എപ്പോഴെങ്കിലും നെഗറ്റീവായിട്ട് അമ്മയോ അച്ഛനോ ഇത് ചെയ്തത് ശരിയായില്ല അല്ലെങ്കിൽ നീ വീഡിയോസ് ഇടണ്ടായിരുന്നു എന്ന് റിയാക്ട് ചെയ്തിട്ടുണ്ടോ? വീഡിയോസ് ഇടണ്ടാന്ന് റിയാക്ട് ചെയ്തിട്ടില്ല. പിന്നെ അവരുടെ ഒരു പ്രകൃതം വെച്ചിട്ട് അവർ വളരെ വില്ലേജിലൊക്കെ താമസിക്കുന്ന ആൾക്കാർ. അപ്പം നമുക്ക് വീഡിയോന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചിലപ്പം പുറത്തു പോവേണ്ടി വരും. അപ്പം എന്നെ സംബന്ധിച്ചോളം എൻ്റെ കൂടെ വരാൻ ആരുമില്ല. കുഞ്ഞിലേ മുതൽ എൻ്റെ അമ്മയാണ് കൂടെ. അച്ഛൻ കട വിട്ടിട്ട് അച്ഛൻ അങ്ങനെ വരുന്ന ആളല്ല. അപ്പം അങ്ങനെ പോകാൻ പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെ അമ്മ പറയും അങ്കിൽ നമുക്ക് പോകണ്ട, വീഡിയോ എടുക്കണ്ട എന്നൊക്കെ പണ്ട് പറയുമായിരുന്നു. പക്ഷെ ഇപ്പം വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ നെഗറ്റീവ് കമന്റ്സിനൊന്നും എൻ്റെ അച്ഛനും ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഈ അച്ഛൻ്റെ അടുത്തൊക്കെ കടയിലൊക്കെ ചെന്നിട്ട് ഇങ്ങനെ ഡയറക്റ്റ് പറയുമ്പോൾ അച്ഛൻ എങ്ങനെയാ റെസ്പോണ്ട് ചെയ്യുന്നത്? അച്ഛൻ ആ സമയത്ത് അച്ഛൻ ഫസ്റ്റ് അവരുടെ അടുത്ത് എന്ത് പറഞ്ഞെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ എന്നെ വിളിക്കുമ്പോൾ ഞാൻ അച്ഛൻ പറയും ഇങ്ങനെ കടയിൽ ഇങ്ങനെ ഒരാൾ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോക്ക് താഴെ ഇങ്ങനെ. ഞാൻ അപ്പൊ അച്ഛൻ എന്ത് പറഞ്ഞു, അവളുടെ ഇഷ്ടത്തിന് വീഡിയോസ് ഇടുന്നത്, അതിപ്പോ നിങ്ങൾ മൈൻഡ് എന്തിനാന്ന് ചോദിച്ചിട്ട് അച്ഛൻ അവരങ്ങ് പറഞ്ഞു വിടും എന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ അച്ഛന് വേറെ ഒന്നും പറയാനുണ്ടായിരുന്നില്ലേ, ഇനി ആവട്ടെ ഇനി ഞാൻ പറയാതെ. എന്നിട്ട് രണ്ടാമത് ഒരു ദിവസം ഇങ്ങനെ എന്തോ പറഞ്ഞെന്ന് അവൾ അങ്ങനെയെങ്കിലും ചെയ്യുന്നുണ്ട്, നിനക്ക് അങ്ങനെ ഒരു വീഡിയോ ഇടാനുള്ള കഴിവെങ്കിലും ഉണ്ടോ എന്ന് അച്ഛൻ ചോദിച്ചു.
അച്ഛൻ അയാളോട് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു അല്ല ഞാൻ ഇങ്ങനെ ആൾക്കാരൊക്കെ ഇങ്ങനെ പറയുന്നു എന്ന് വന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. എന്റെ മോളല്ലേ പറയുവാണെങ്കിൽ ഞാൻ അങ്ങ് കേട്ടോളാം എന്ന് അച്ഛൻ പറഞ്ഞു. സാധാരണ നമ്മൾ കേൾക്കുന്ന അച്ഛനും അമ്മയ്ക്കും ഒക്കെ ആയിരിക്കും ആദ്യം ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നത് മോളെ പറ്റി പറയുന്നത്. പക്ഷെ ഇവര് നല്ല സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് തന്നെ ഏറ്റവും വലിയൊരു സ്ട്രോങ് ഫാക്ടർ ആണല്ലോ അല്ലേ? കാരണം കുഞ്ഞിലേ മുതൽ അവർ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ അറിയാലോ നമ്മുടെ ഓപ്പോസിറ്റ് നമ്മുടെ ഫാമിലിയും കുടുംബവും ഒക്കെ എങ്ങനെയാണെന്ന്. അവരൊക്കെ ഇങ്ങനെ കസിൻസ് റിലേറ്റീവ്സ് ഒക്കെ ഏകദേശം ഇതുപോലെ എല്ലാവരും അങ്ങനെയാണെന്നല്ല. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ഞങ്ങൾക്ക് ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ഫാമിലി ഉണ്ട്. അവരാണ് തുടക്കം മുതൽ ഒടുക്കം വരെ ഇപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്നത്. കുറച്ച് പേര്, വളരെ കുറച്ച് പേര്, കയ്യിലുണ്ടാവുന്ന കുറച്ച് പേരേ ഉള്ളൂ. അമ്മേന്റെ ഫാമിലിയിലാണെങ്കിൽ അച്ഛൻ്റെ ഫാമിലി കയ്യിലുണ്ടാവുന്നുള്ള കുറച്ച് പേര്. അവരെ ആ ഒരു കുറച്ച് പേര് അങ്ങ് മാറ്റി നിർത്തുവാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെല്ലാം ഇപ്പോഴും നെഗറ്റീവാണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നീരജ് ഒരു ഇൻഫ്ലുവൻസർ ലെവലിലോട്ട് ഈ ഒരു ഫെയിം കിട്ടുന്ന ലെവലിലേക്ക് വളർന്നതിന് ശേഷം ഉണ്ടായ ഒരു പോസിറ്റീവ് എന്താണ് ലൈക് പേരൻസിന്? പോസിറ്റീവ് ഇപ്പം എല്ലായിടത്തും ചെല്ലുമ്പോഴത്തേക്കും എല്ലാവരും റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് അച്ഛനമ്മ, വീഡിയോസിലൊക്കെ കാണുന്നുണ്ട് നീരജന്റെ അച്ഛനമ്മേനെ. പിന്നെ എല്ലാവരും ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചല്ല ചെയ്യുന്നത്. എൻ്റെ അച്ഛനമ്മയ്ക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു അത് ഞാൻ കണ്ടന്റ് ആക്കി ഇടുന്നു. പക്ഷെ എല്ലാവരും അച്ഛനമ്മയുടെ ചെന്നത് നിങ്ങൾ സോ ലക്കിയാണ്, ഇതുപോലൊരു മോളെ കിട്ടാൻ ഭയങ്കര ഹാപ്പിയാണ്, നീരജ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ നീരജനെ പോലെ ജീവിക്കാനാണ് ആഗ്രഹിച്ചത്, ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുണ്ടായിരുന്നു എന്നൊക്കെ ഇപ്പം അവരടുത്ത് പറയുമ്പം ദേ ഫീൽ പ്രൗഡ്, ഭയങ്കര സന്തോഷമാകും. ഇപ്പം UK നിന്ന് വന്നപ്പോൾ വരുന്ന സമയത്ത് തന്നെ വീഡിയോയുടെ തമ്പിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു 2 ബിഗ് സർപ്രൈസസ് ഉണ്ട്, അതിന് വേണ്ടിയിട്ടാണ് നാട്ടിലേക്ക് വരുന്നതെന്ന്. അത് തന്നെ ഫുൾ കമന്റ് സെക്ഷൻസിലും ഉണ്ടായിരുന്നു, എന്താണ് സർപ്രൈസ്, കല്യാണമാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. പഴയ ഒരു വീഡിയോയുടെ റീക്രിയേറ്റ് ചെയ്തിട്ട് കുറെ ഫേക്ക് യൂട്യൂബേഴ്സും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, നീരജയുടെ കല്യാണം, വരൻ ഇന്നയാള്, വട്ടത്തിൽ ഫേസ് ഇല്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ചുമ്മാ അമ്മ പ്രാങ്ക് ആക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ അങ്ങനെ ഇട്ട ഒരു വീഡിയോ. അത് 5 വർഷം മുന്നിലേ കണ്ട മുന്നത്തെ വീഡിയോ. ഇപ്പൊ ഇതിന്റെ ഈ ബിഗ് സർപ്രൈസ് എന്ന് വന്നപ്പം എല്ലാവരോടും കയറി കണക്ട് ചെയ്തു. ഇത് മാത്രമല്ല, അല്ലെങ്കിൽ തന്നെ അവര് ഇപ്പൊ നാട്ടിൽ പെട്ടെന്ന് നാട്ടിൽ പോകണമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ വർഷം നാട്ടിൽ വന്നതിൽ ഇപ്പൊ നാട്ടിൽ വരുമ്പോൾ നീരജയുടെ കല്യാണമായി എന്നാണ് വിചാരിക്കുന്നത്. ശരിക്കും ഞാൻ ചോദിക്കട്ടെ, നീരജ അമ്മൂസ് കമ്മിറ്റഡ് ആണോ, സിംഗിൾ ആണോ, റെഡി ടു മിംഗിൾ ആണോ, എന്താണ് റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ്? സ്റ്റിൽ സിംഗിൾ ആണ്, നോട്ട് റെഡി ടു മിംഗിൾ. അച്ഛനും അമ്മയും ഹാപ്പി ആയിട്ട് വെച്ചേക്കാം. പിന്നെ കല്യാണം കഴിക്കത്തില്ല എന്നൊന്നും അല്ല, നല്ലൊരു പയ്യനെ കിട്ടിയാൽ കല്യാണം കഴിക്കും. അറേഞ്ച് മാരേജ് ആണോ പ്രിഫർ ചെയ്യുന്നത്? അല്ല, ഒരിക്കലും അല്ല. ലവ് മാരേജ് തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ എടുപിടിന്ന് ചാടിക്കേറി പെട്ടെന്ന് കണ്ട് പെട്ടെന്ന് ഇഷ്ടത്തിലായി. കാരണം ഒരുപാട് കുറെ നല്ല ബെസ്റ്റ് തേപ്പൊക്കെ കിട്ടിയിട്ടുള്ള വ്യക്തിയാണ്. റിലേഷൻഷിപ്പിൽ എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്. എത്ര ഹൗ മെനി തേപ്പ് കിട്ടി, ഹൗ മെനി തേപ്പ് കൊടുത്തു? അയ്യോ, ഇത് വെച്ചിട്ടോ അതൊക്കെ കുഞ്ഞിലെ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴൊക്കെ ചെറിയ ചെറിയ തേപ്പുകളുണ്ട്, വലിയ തേപ്പുകളൊന്നും അല്ല കേട്ടോ, ചെറിയ ചെറിയ തേപ്പുകൾ. അങ്ങനെ വലിയ കാര്യമൊന്നുമല്ല, വീട്ടിൽ സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ ചെറിയ അങ്ങോട്ട് കൊടുത്തത് ഇങ്ങോട്ട് കിട്ടിയത്. സീരിയസ് പ്രണയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല? സീരിയസ് പ്രണയം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് പുള്ളി തേച്ചിട്ട് പോയി. ഹാപ്പി ആയിട്ട് കൂളായിട്ടല്ലേ പറയുന്നത്. പക്ഷെ എനിക്കൊരു കുഴപ്പമില്ല. അങ്ങനെ ഒരു സംഭവം നടന്നത് കൊണ്ടാണ് മേ ബി ഞാനിപ്പോ ഇങ്ങനെ ഇരിക്കാനുള്ള ഒരു കാരണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം പുള്ളി ഭയങ്കര ടോക്സിക് ആയിരുന്നു, നല്ല ടോക്സിക് ആയിരുന്നു. പിന്നെ ഒരിടത്തും പോകാൻ സമ്മതിക്കത്തില്ല, ഫോട്ടോ എടുക്കാൻ സമ്മതിക്കത്തില്ല, മറ്റേ ഷാൾ ഇട്ട് പുറത്ത് അങ്ങനത്തെ സീരൊക്കെ പ്രണയം തലക്കി പിടിച്ചിരിക്കുന്നോണ്ട് എല്ലാം ഓക്കെ ആയിരുന്നു. എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. ചേട്ടനാണ് എന്റെ ഹൃദയം. ചേട്ടൻ ദൈവമാണ്, ചേട്ടൻ പറയുന്നതെല്ലാം ഞാൻ കേൾക്കും. രാവിലെ തൊട്ട് കാലിലൊക്കെ തൊട്ട് ആ ആളാണെന്ന് പറയുന്നത്. കല്യാണം കഴിക്കും, ഇപ്പൊ എന്തായാലും തൽക്കാലം താല്പര്യമില്ല എന്ന്. അത് കുറെ നാൾ കഴിഞ്ഞു അപ്പൊ റിലേഷൻഷിപ്പ് കഴിഞ്ഞിട്ട് പോയിട്ടൊക്കെ? 6-7 വർഷമായി, ഒരു പ്രശ്നമില്ല. കുറേ നാൾക്ക് മുന്നെയാണ്. അത് കഴിഞ്ഞപ്പം സിംഗിൾ ആയിട്ട് തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ നീരജയുടെ ഫാൻസും എല്ലാവരും കേട്ടോളൂ, സിംഗിൾ ആണ്, റെഡി ടു മിംഗിൾ അല്ല. നല്ല കല്യാണാലോചന ആണെങ്കിൽ ചിലപ്പോൾ ആലോചിക്കുന്നല്ല, ഇഷ്ടപ്പെട്ട് കുറച്ചല്ല 1-2 വർഷമൊക്കെ നമ്മൾ പേഴ്സണലി സംസാരിച്ച് ടോക്സിക് ആവരുത്, നല്ല ഒരു എന്താ വേണ്ട ക്വാളിറ്റി, എന്താ ക്വാളിറ്റി സംഭവം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കഴിഞ്ഞ ഒരു UK പോയതിനു ശേഷം മുതലാണ് ഫ്രീഡം. മുന്നിലേ മുതൽ ഉണ്ടായിരുന്നു, പക്ഷേ UK പോയതിനു ശേഷം ഉറപ്പായിട്ട് ഞാൻ ഇൻഡിപെൻഡന്റ് വുമണാണ്. സോ ഞാൻ സ്വന്തമായിട്ട് സമ്പാദിക്കുന്നു, എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ കാശ് ചെലവാക്കുന്നു. അപ്പം എൻ്റെ കൂടെ വരുന്ന എൻ്റെ ഒരു ലൈഫ് പാർട്ണർ ഒരിക്കലും നീ അത് ചെലവാക്കിയത് അനാവശ്യത്തിലാണെന്ന് ഒരിക്കലും പറയാൻ പാടില്ല. പിന്നെ ഞാനിപ്പോൾ ഒരു മാസം 1000 രൂപ സമ്പാദിക്കുകയാണെങ്കിൽ എന്നെക്കാളും 1000 രൂപയും കൂടെ സമ്പാദിക്കുന്ന ഒരാളായിരിക്കണം. പക്ഷെ എനിക്ക് പുള്ളിക്കാരൻ്റെ പൈസയോ പുള്ളിക്കാരൻ വാങ്ങിച്ച് അങ്ങനെ വാങ്ങിച്ചു തരണം, അത് വാങ്ങിച്ച് അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നുമില്ല. പക്ഷെ ഞങ്ങൾക്ക് ഇടയിൽ ഒരിക്കലും ഒരു ഈഗോ ഒരു പ്രശ്നം വരാറുണ്ട്. മാത്രമല്ല ഞാൻ ഇപ്പോഴാണ് ഞാനൊരു യൂട്യൂബർ, ഇൻഫ്ലുവൻസർ അങ്ങനത്തെ ഒരു രീതിയിൽ വീഡിയോസ് ഒക്കെ ഇട്ട് തുടങ്ങുന്നത്. ഒരിക്കലും ഇതിനൊരു തടസ്സമാവരുത്, നല്ല സപ്പോർട്ടീവ് ആയിരിക്കും, പിന്നെ നന്നായിട്ട് മനസ്സിലാക്കണം. ലോയാലിറ്റി. ഓക്കെ, ഇതൊക്കെയാണ് നീരജയുടെ പാർട്ട്ണർ ആവാൻ വേണ്ട ക്വാളിറ്റീസ്.
നോട്ട് ചെയ്ത് വെച്ചോളൂ, താല്പര്യമുള്ള ബന്ധപ്പെടുക. ഓക്കേടാ. എടാ, എങ്ങനെയാണ് കബഡിയിലേക്ക് വന്നത്? നീരജയുടെ കാര്യം പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മൾ കബഡി വിട്ടിട്ട് പറയാൻ പറ്റൂല. കാണുന്ന ഓഡിയൻസിന് എന്തായിരിക്കും അറിയായിരിക്കും, ഈ കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഇംഗ്ലണ്ടിനെ റെപ്രസെന്റ് ചെയ്ത അല്ലേ, റെപ്രസെന്റ് ചെയ്ത് കബഡിക്ക് വേണ്ടിയിട്ട് മത്സരിച്ച ആളാണ് ഇരിക്കുന്നത്. അതല്ലാതെ തന്നെ നാഷണൽസിലും ഒക്കെ ഒരുപാട് തവണ മത്സരിച്ചിട്ടുള്ള ലൈക് പ്രൈസും വാങ്ങിയിട്ടുള്ള ആളായിരിക്കുന്നത്. അത്രയും വലിയൊരു ആർട്ടിസ്റ്റിന്റെ അല്ലെങ്കിൽ ഒരു പ്ലെയറിന്റെ മുന്നിലാണ് ഞാൻ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ കബഡിയിലേക്ക് വന്നത്? അതിന്റെ ഒരു ജേർണി എങ്ങനെയായിരുന്നു? കബഡി സംഭവം ഞാൻ 7ാം ക്ലാസ് പഠിക്കുമ്പോൾ PT പീരീഡിൽ ജസ്റ്റ് കളിച്ചു തുടങ്ങിയ ഒരു ഗെയിമാണ് കബഡി. അപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് മത്സരങ്ങൾക്ക് കയറി സ്റ്റേറ്റ് കിട്ടി, ഡിസ്ട്രിക്ട് കിട്ടി, അങ്ങനെ തോന്നിയപ്പോൾ ഈ ഒരു ഗെയിം കൊള്ളാം. ആ സമയത്തൊക്കെ വീട്ടുകാരൊക്കെ പറഞ്ഞാൽ സ്പോർട്സിൽ നമ്മൾ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ സ്പോർട്സിൽ പെട്ടെന്ന് ജോലി കിട്ടും, സ്പോർട്സിൽ നമുക്ക് നല്ല മാർക്സും കാര്യങ്ങളുണ്ടെങ്കിൽ ജോലി കിട്ടും. അപ്പൊ അത് പിന്നെ തലയ്ക്കങ്ങ് പിടിച്ചു. എന്തുകൊണ്ടാണ് കബഡി ചൂസ് ചെയ്ത പർട്ടിക്കുലർ കാര്യം? അത് അധികം ആൾക്കാർ ചൂസ് ചെയ്യുന്ന ഒരു സ്പോർട്ട്, എസ്പെഷ്യലി ഗേൾസ്. അല്ല, നമ്മൾ ബാസ്കറ്റ് ബോൾ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും കബഡി അങ്ങനെ കുറച്ച് റെയർ ആണെന്ന് തോന്നുന്നു. സംഭവം ഞാൻ ആനാട് സ്കൂളിലാണ് പഠിച്ചത്. ആ സമയത്ത് PT പീരീഡ് ഞങ്ങളുടെ PT സാർ ജസ്റ്റ് ഒന്ന് കബഡി കളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പിള്ളേർ തട്ടിക്കൂട്ടി അങ്ങ് എടുത്തു. പക്ഷെ ഞങ്ങൾ അന്ന് കളിച്ചപ്പോഴത്തേക്കും ഞങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്തു. ഓക്കെ, അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇതിൽ എന്തോ സ്കില്ല് നമുക്കുണ്ട്. അപ്പൊ ഒന്നും കൂടി ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാന്ന് കരുതിയിട്ട് +1 +2 ആയ സമയത്ത് കൊല്ലം ഹോസ്റ്റലിൽ ചേർന്നു. അപ്പോൾ രാവിലെയും വൈകിട്ടും പ്രാക്ടീസ് ഉണ്ട്, കബഡിയാണ് മെയിൻ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ +1 +2 ചേർന്നപ്പോഴത്തേക്കും നല്ല കുറേ അച്ചീവ്മെന്റ്സ് കിട്ടി. നാഷണൽസ് പോയി, ജൂനിയർ നാഷണൽസ് പോയി, സീനിയർ നാഷണൽസ് പോയി. അപ്പോൾ നമുക്കിങ്ങനെ കയറിക്കൊണ്ടിരിക്കുമ്പോൾ സ്പോർട്സിൽ നമ്മൾ ഇന്ത്യൻ ക്യാമ്പൊക്കെ അറ്റൻഡ് ചെയ്താൽ അല്ലെങ്കിൽ ഏഷ്യക്ക് വേണ്ടി കളിക്കുകയൊക്കെ ചെയ്താൽ നമുക്ക് നല്ല ജോലി കിട്ടും എന്ന് വിചാരിച്ച് വീണ്ടും കണ്ടിന്യൂ ചെയ്തു. പിന്നെ +1 കഴിഞ്ഞിട്ട് +2 കഴിഞ്ഞിട്ട് ഡിഗ്രി പഠിക്കാൻ വേണ്ടിയിട്ട് ചെന്നൈയിൽ പോയി. തമിഴ് തലവാസി എന്ന് പറയുന്നത് സ്പോർട്സ് അക്കാഡമി, അതായത് കബഡിന്റെ അക്കാഡമിയിൽ വേണ്ടിയിട്ട് ചെന്നൈ പോയി. പിന്നെ 3 വർഷം അവിടെ ഫുൾ സ്പോർട്സ് ആയിട്ട്. അത്രയും കഴിഞ്ഞപ്പോഴും മനസ്സിലായി ചുമ്മാ കയറ്റം മാത്രമേ ഉള്ളൂ, ജോലിയൊന്നും ഇതുമായിട്ട് മുന്നോട്ട് ജോലി കിട്ടുന്നില്ല, പക്ഷെ ബാക്കിയുള്ളതൊക്കെ. എന്നിട്ട് ഞാൻ മനസ്സിലായി എന്റെ കൂടെ നിൽക്കുന്ന സീനിയേഴ്സ് ഒക്കെ 20-25 നാഷണൽസ് പോയിട്ടുണ്ട്. അവരും ഒരു പണിയില്ലാണ്ട് കബഡി കളിച്ചോണ്ടങ്ങ് നടക്കുക. അപ്പൊ മനസ്സിലായി ഇനി ഇതിലൊരു കാര്യമില്ല, ഇനി എന്തെങ്കിലും ജോലിക്ക് പോകണമെങ്കിൽ എന്തെങ്കിലും പഠിച്ചാലേ വേറെ എന്തെങ്കിലും പഠിച്ച ജോലിക്ക് പോയ പൈസയൊക്കെ കിട്ടി ജീവിക്കാം. അങ്ങനെയാണ് പുറത്തു പോവാന്ന് തീരുമാനിച്ചത്. ഫസ്റ്റ് ഓസ്ട്രേലിയ ഒക്കെ ആയിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. ആ സമയത്തൊക്കെ UK ഒക്കെ, ഇപ്പോഴാണ് UK എന്ന് പറഞ്ഞാൽ എല്ലാവരും UK തന്നെ. ആ സമയത്ത് അത്ര ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ UK നെ കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഓസ്ട്രേലിയ, കാനഡ ഇതൊക്കെ ആയിരുന്നു. അപ്പം IELTS എഴുതണം എന്നുള്ള ഒരു കാരണത്താലും ഞാൻ അതൊക്കെ വേണ്ടെന്ന് വെച്ചു. കാരണം ഞാൻ ഇംഗ്ലീഷിൽ അത്ര വലിയ കേമിയൊന്നുമല്ല. ഇപ്പോഴും ഞാൻ ഓപ്പൺ ആയിട്ട് പറയും, ഞാൻ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്. BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആണ് ചെന്നൈയിൽ ഞാൻ ഡിഗ്രി പഠിക്കാൻ പോയതെങ്കിലും ഒരൊറ്റ ക്ലാസ്സിൽ പോലും ഞാൻ പോയിട്ട് അവരങ്ങ് ജയിപ്പിച്ച് വിട്ടോളൂ, ഒരു പ്രശ്നവുമില്ല. എക്സാം എഴുതണം എന്നുള്ള ഒരു ഇതേ ഉള്ളൂ, അവരങ്ങ് ജയിപ്പിച്ചു വിട്ടു. എന്തോ ഓപ്പൺ ആയിട്ടാ പറയുന്നത്, ഞാൻ ക്ലാസ്സിലൊന്നും കയറിയിട്ടില്ല, അവരിതിനെ ജയിപ്പിച്ച് വിട്ടോളൂ. കോളേജിന്റെയും യൂണിവേഴ്സിറ്റിയുടെയും പേര് സഹിതം പറഞ്ഞു കൊടുക്കുന്നത്. ഇത് കാണുന്നവരൊക്കെ ഇനിയിപ്പോ നേരെ അങ്ങോട്ട് അവിടെ എന്തായാലും ജയിപ്പിച്ച് വിട്ടോളൂ. നമ്മള് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കളിക്കുന്നത്. അപ്പൊ അത് അവർക്ക് ഒരു നമ്മൾ ചുമ്മാ ചെന്ന് കളിച്ചാൽ പോരട്ടെ, യൂണിവേഴ്സിറ്റിക്ക് നമ്മൾ ഫസ്റ്റ് വാങ്ങിച്ചു കൊടുക്കണം, എന്നാലേ അവർ ജയിപ്പിച്ചു വിടത്തുള്ളൂ. അപ്പം UK പോകുന്ന സമയത്ത് IELTS എഴുതി എനിക്ക് എന്തായാലും കിട്ടത്തില്ല എന്നറിയാം. കാരണം ABCD പോലും മര്യാദയ്ക്ക് പറയാനിരിക്കുന്നത് ഞാനൊക്കെ എങ്ങനെയാണ് IELTS എഴുതി പോകുന്നത്. അങ്ങനെയാണ് UK ചൂസ് ചെയ്തത്. 1.5 വർഷത്തോളം എൻ്റെ UK-യിലുള്ള പ്രോസസ്സ് നടന്ന് അവസാനം UK-യിൽ MSc സ്പോർട്സ് മാനേജ്മെന്റ് എടുത്ത് പോയി. അങ്ങനെയാണ് പോകുന്നത്, UK-യിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ കബഡിയിൽ ഇപ്പം വേൾഡ് കപ്പില് റെപ്രസെന്റ് ചെയ്തത് ഇംഗ്ലണ്ടിനെയാണ്. അതാണല്ലോ നമ്മൾ ഇംഗ്ലണ്ടിനെയാണ് റെപ്രസെന്റ് ചെയ്തത്. അതൊരു ട്വിസ്റ്റ് ആണല്ലോ. പോയ സമയത്ത് ഞങ്ങളുടെ അവിടെ നോട്ടിംഗ്ഹാം റോയൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു ടീമുണ്ട്, ബോയ്സിന്റെ കബഡി മാച്ച് ഒക്കെ അവിടെ. കാരണം ഒരുപാട് പഞ്ചാബികളും ഒരുപാട് നോർത്ത് ഇന്ത്യൻസും ഒരുപാട് മലയാളീസും ഒക്കെ താമസിക്കുന്ന സ്ഥലമാണ്. അപ്പൊ അവരൊക്കെ കബഡി കളിക്കാറുന്ന കുറെ പേരുണ്ട്. അവരെല്ലാം കൂടെ ഒരുമിച്ചാക്കിയിട്ട് ഇവർ മത്സരം നടത്തുമായിരുന്നു. ബ്രിട്ടീഷ് കബഡി ലീഗ് എന്ന് പറഞ്ഞിട്ട് മത്സരം നടത്തുമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഒരു കോച്ച് സഞ്ജു സാർ, പേര് ഞാൻ എടുത്തു പറയും കാരണം പുള്ളി ഇല്ലെങ്കിൽ നമ്മൾ ആരും ഇപ്പം ഒരിടത്തും എത്താൻ പോകുന്നില്ല. സഞ്ജു സാറ് ഈ ഒരു ടീം ഓർഗനൈസ് ചെയ്ത് നോട്ടിംഗ്ഹാം റോയൽസ് എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലണ്ട് കബഡി ടീമിൽ ഞങ്ങൾക്ക് ചുമ്മാ ഒരു മത്സരം നടത്തി. അപ്പോൾ ഞങ്ങളുടെ ഓപ്പോസിറ്റ് വരുന്നത് വേറെ കുറെ സ്കോട്ട്ലൻഡ് ടീം, പിന്നെ ബർമിംഗ്ഹാം ടീം, ഇവരൊക്കെ റെസ്ലിംഗ് കളിക്കുന്ന കുട്ടികളാണ്. അവരെയും ചുമ്മാ ടീം ആക്കിയിട്ട് ഞങ്ങളെ കൂടെ കളിപ്പിച്ചു. അപ്പോൾ അതിൽ ഞങ്ങൾ ഫസ്റ്റ് വന്നു. പക്ഷെ ഇതിൽ നിന്ന് എല്ലാവരും നല്ലോണം കളിക്കുന്ന കുട്ടികളെല്ലാം സെലക്ട് ചെയ്തിട്ട് ഇംഗ്ലണ്ട് മറ്റേ ഈ വേൾഡ് കപ്പിൽ ഇംഗ്ലണ്ട് ടീമിന് വേണ്ടിയിട്ട് ഇറക്കി. ഞങ്ങൾ ഫൈനൽ ഇന്ത്യൻ്റെ കൂടെയാണ് കളിച്ചത്. ഇന്ത്യ ജയിച്ചു, ഞങ്ങൾ തോറ്റു. ഇന്ത്യ ജയിച്ചാലും സന്തോഷമല്ലേ? ശരിക്കും അപ്പൊ മത്സരിക്കുമ്പോ അങ്ങനെയല്ലേ ചിന്തിക്കുന്നത്? ഇംഗ്ലണ്ട് ജയിച്ചാൽ ഞാൻ കളിച്ചുകൊണ്ട് ജയിച്ചു, ഇന്ത്യ ജയിച്ചാൽ എന്റെ നാട് അല്ലേ? അടിപൊളിയായിട്ട്
കളിച്ച് എന്നെ തോറ്റ, അതുകൊണ്ട് ഒരു പ്രശ്നം, അതുകൊണ്ട് പ്രശ്നമില്ലാതെ. ഇനി ഞാൻ ലൈക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനിലേക്ക് വരില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ നീരജയുടെ വീഡിയോയുടെ താഴെ നമ്മൾ കാണുന്ന ഒരു സാധനമാണ് UK. എന്ത് പറഞ്ഞാലും UK. നീരജ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു 5 മിനിറ്റ് സംസാരിച്ചാൽ അതിൽ 50,000 വട്ടം UK എന്ന് പറയും. എന്തിനാ നീ അങ്ങനെ UK എന്ന് പറയുന്നതെന്ന് ചോദിച്ച് കുറച്ച് ലൈക്ക് ഹാർഷ് ആയിട്ടുള്ള കമന്റ്സും വരാറുണ്ട്. എന്താണ് നീരജയ്ക്കും UK തമ്മിലുള്ള ഇത്രയും വലിയ കണക്ഷൻ? എന്നെ ഞാനാക്കിയത് UK ആണ്. ഞാൻ ഒരു പക്ഷേ മേ ബി ഇന്ത്യയിലാണ്, ഇവിടെയാണ് താമസിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഇങ്ങനത്തെ ഒരു ഫീൽഡിൽ വരത്തില്ലായിരുന്നു. എന്നെ ആരും അറിയത്തില്ലായിരുന്നു. ഞാൻ കുഞ്ഞിൽ ഇവിടുന്ന് പോകുന്നതിന് മറ്റേ കൊറോണ ഒക്കെ ടൈമിൽ ഞാൻ വീഡിയോസ് ഒക്കെ ചെയ്തു. എൻ്റെ പണ്ടത്തെ വീഡിയോസ് ഒക്കെ സ്കിൻ കെയറിൻ്റെ ഫേസ് വാഷ് ഒക്കെ ഇട്ട് ചെയ്യുന്ന വീഡിയോസ് ആയിരുന്നു പണ്ടത്തെ വീഡിയോസ്. അപ്പം എന്നെ ഞാനാക്കിയത് ഒരു മനുഷ്യൻ എന്താണ്, എങ്ങനെയാണ് ജീവിക്കേണ്ടത്, അച്ഛനും അമ്മ പ്രിയപ്പെട്ടവരൊന്നും കൂടെ ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ അത് സർവൈവ് ചെയ്യും, പിന്നെ എന്തൊക്കെ കഷ്ടപ്പാടുകൾ നമ്മൾ അനുഭവിക്കണം, സഫറിങ്, ഡിപ്രഷൻ, ഏതൊക്കെ പ്രതിസന്ധികളിലൂടെ നമുക്ക് കടന്നു പോകാൻ പറ്റുമോ അത്രയും വിയേർഡായിട്ടുള്ള പല സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഒരു ഓപ്പോസിറ്റ് ഒരാൾ വന്നിട്ട് നമ്മളുടെ അടുത്ത് ബാഡായിട്ട് ബിഹേവ് ചെയ്താൽ നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാളാണ്. ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് UK ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഇതിൽ നിന്നൊക്കെ മാറി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്വന്തമായിട്ട് രാവിലെ ഉറക്കമണിച്ച് ചായയൊക്കെ ഇട്ട് ജോലിക്ക് പോയി തിരിച്ച് വന്ന് ഉച്ചയ്ക്ക് ചോറൊക്കെ പെട്ടിയാക്കി കൊണ്ടുപോയി കഴിച്ചിട്ടൊക്കെ വന്ന് അങ്ങനെ സ്വന്തമായിട്ട് ജീവിക്കാൻ, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാൻ, ഓരോ ഡിസിഷൻസ് ഒറ്റയ്ക്ക് എടുക്കാൻ, തീരുമാനം എടുക്കാനൊക്കെ എന്നെ പ്രാപ്തയാക്കിയ നാട് UK ആണ്. ഭയങ്കര സ്ട്രഗ്ലിംഗ് സ്റ്റേജ് ആയിരുന്നോ ഫസ്റ്റ് ചെന്ന സമയത്തൊക്കെ? ഭയങ്കരം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, പറയാൻ പറ്റത്തില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ കരഞ്ഞിട്ടുണ്ട്. എത്ര ദിവസം രാത്രി പറയുമ്പോൾ ഒരുപാട് ദിവസം രാത്രി അമ്മേനൊക്കെ വിളിച്ചിട്ട് അമ്മ ഇനി എനിക്ക് ഇവിടെ പറ്റുമെന്ന് തോന്നുന്നില്ല, എനിക്കിനി ഇവിടെ നിൽക്കാം. അപ്പം അമ്മ പറയും മക്കളെ പറ്റുന്നില്ലെങ്കിൽ അവരെപ്പോഴും കുട്ടികളെ സപ്പോർട്ട് ചെയ്യും. 3 ലക്ഷം രൂപ ചിലവാക്കിയാണ് പോയത്, പറ്റുന്നില്ലെങ്കിൽ നീ തിരിച്ചു വാ, കുഴപ്പമില്ല. പക്ഷെ അപ്പോഴും നമ്മൾ ഇത്രയും ലോൺ എടുത്ത് ഇത്രയും കടങ്ങളൊക്കെ ഉണ്ട്, നമ്മളത് തീർക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ പിടിച്ചു. ചെയ്യാത്ത ജോലികളില്ല. റെസ്റ്റോറൻറ്റ് പോയിട്ടുണ്ട്, DHL, വെയർ ഹൗസിൽ പോയിട്ട് 30 കിലോ വരെ ചുമന്ന നൈറ്റ് ഷിഫ്റ്റ്, വിൻ്റർ ടൈമിൽ നൈറ്റ് ഷിഫ്റ്റിൽ തണുത്ത് വിറച്ച് 30 കിലോ ഒക്കെ ചുമക്കുന്ന ടൈമുണ്ട്. നടുവേദനിക്കും, കാല് വേദനിക്കും. എന്തിനാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നത് എന്ന് ചിന്തിക്കുന്ന അവസ്ഥയുണ്ട്. അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മൾ കെയർ ഹോമിൽ പോവും. അവിടെ നമ്മൾ ഫേസ് ചെയ്യുന്ന അതും ചോദിക്കാൻ വരായിരുന്നു. കെയർ ഹോം റിലേറ്റ് ചെയ്തിട്ട് കുറേ കമൻസ് ഒക്കെ വരാറുണ്ട്. ഈ നീ കെയർ ഹോമിൽ ഇന്ന ജോലിയല്ലേ ചെയ്യുന്നത്, എന്നിട്ട് നീ എന്തിനാണ് ഈ ഇത്രയും ഷോ കാണിക്കുന്നില്ലെങ്കിൽ നീ എന്തിനാ ഈ ഒരു ഫെയിം ഉള്ളതിന്റെ അഹങ്കാരം കാണിക്കുന്നത് എന്തിനാ? പക്ഷെ നീ ശരിക്കും ചെയ്യുന്ന ജോലി കെയർ ഹോമിലല്ലേ. റീസെന്റ് എനിക്കൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, UK അപ്പൂപ്പന്മാരുടെ അപ്പി കോരുന്നതല്ലേ നിന്റെ പണി, നീ ഇത്രയും ജാട കാണിക്കേണ്ട ആവശ്യം എന്താണെന്ന്. അതൊരു ചെറിയ പണിയാണ്, ഉറപ്പായിട്ടും ഒരു ചെറിയ പണിയാണ്. ഓഫ് കോഴ്സ് നാളെ ഈ കമന്റ് ഇട്ട ആളുടെ അച്ഛനമ്മ ഇല്ലെങ്കിൽ ഇയാൾ വയസ്സാവുന്ന സമയത്ത് ഇയാളെ നോക്കാൻ ആരെങ്കിലും വേണ്ടേ? ഞാൻ കെയർ ഹോമിൽ പണിയെടുക്കുന്നത് എനിക്ക് ഒരുപാട് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. തിളച്ച ചായ മുഖത്തൊഴിച്ച സിറ്റുവേഷൻ വരെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരു റെസിഡന്റിന് ചായ കൊണ്ട് കൊടുക്കുന്ന സമയത്ത് മുഖത്തല്ല, പുള്ളി ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ ഒരു ഒഴിപ്പുണ്ട്. നമ്മളിവിടെ അങ്ങ് ചുമന്ന് പൊള്ളി പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അത് എങ്ങനെയാ? അത് എന്താ ആൾക്ക് എന്തെങ്കിലും നമ്മൾ ഡിമെൻഷ്യ, മെന്റൽ ഡിപ്രഷൻ, പിന്നെ ഒരുപാട് അസുഖങ്ങളുള്ള ആൾക്കാരെയാണ് നമ്മൾ കെയർ ഹോമിൽ കൊണ്ടു നിർത്തുന്നത്. അപ്പം നമ്മൾ അവരെ ഫേസ് ചെയ്യണം, നമ്മൾ അവർക്ക് വേണ്ടിയിട്ടുള്ള കെയർ കൊടുക്കണം. പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. നമുക്ക് അതിനൊക്കെ ഓൾറെഡി അവർ ട്രെയിനിങ് തന്നിട്ടുണ്ട്, അത് നമ്മൾ ചെയ്യണം. അപ്പം ഞാനൊരു ദിവസം അപ്പം ചായ ചോദിച്ചു. അപ്പോൾ ആ സമയത്ത് ഓക്കെ ആയിരുന്നു. ചായ കൊടുത്തതും അടുത്ത് നിന്നാ കൊടുക്കുന്നത്. പുള്ളി ഇങ്ങനെ പിടിച്ചിട്ട് ചായ അങ്ങ് ഒഴിച്ചിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ കരഞ്ഞിട്ട് എനിക്ക് പൊള്ളിയിട്ട് പറ്റുന്നില്ല. പൊള്ളിച്ച് മൊത്തം അടിഭാഗം ഫുള്ളും പൊള്ളിയിട്ട് താഴെ മാനേജ്മെന്റ് എടുത്താൽ മാനേജ്മെന്റ് എന്തും ചെയ്യാൻ ഓക്കെയാണ്. ഞാൻ എനിക്ക് പറ്റുന്നില്ല, ഞാനൊന്ന് വീട്ടിൽ പൊക്കോളാം, എനിക്ക് അത്രേ ഉള്ളൂ. അപ്പൊ എന്നെ അന്ന് അവർ വീട്ടിൽ വിടും. നമുക്ക് കംപ്ലൈന്റ് ചെയ്തിട്ടും കാര്യമില്ല, കാര്യം അവർക്ക് വയ്യാത്തത് കൊണ്ടല്ലേ, വേറെ റിയാക്ട് ചെയ്യാനും പറ്റില്ലല്ലോ. അതുപോലെ തന്നെ മുഖത്ത് തുപ്പിയിട്ടുണ്ട്. പിന്നെ ബാക്കിൽ നിന്നൊക്കെ സാധനങ്ങളൊക്കെ എടുത്തിട്ടായിരിക്കും. ഇതൊക്കെ നമ്മൾ ഫേസ് ചെയ്യണം. ബിക്കോസ് നാളെ നമ്മുടെ അച്ഛനമ്മയ്ക്ക് എന്ത് പറ്റുന്നു നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇതൊക്കെ ഇതൊരു ലൈക്ക് പാർട്ട് ഓഫ് ജോബ് ആണല്ലോ. ആ ജോലി ചൂസ് ചെയ്യുമ്പം അതിന് ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങളാണ്. വിയേർഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഞാൻ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഒരുപാട് ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ നോക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു അവസ്ഥയിലാണ് ഞാൻ നോക്കുന്നത്. ഞാൻ എൻ്റെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ആ ജോലി ചെയ്യാൻ ഒരു മടിയുമില്ല. അവരുടെ അപ്പി കോരാനാണെങ്കിലും അവർക്ക് ക്ലീൻ ചെയ്യാനാണെങ്കിലും എനിക്ക് ഒരു മടിയുമില്ല. ഇപ്പം എത്ര ഫെയിമിലാണെന്ന് പറഞ്ഞാലും എത്ര ലക്ഷം രൂപ സമ്പാദിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ജോലി ചെയ്യാൻ എനിക്ക് ഇന്നും ഒരു മടിയുമില്ല. പക്ഷേ ഈ ഫെയിമിലൊക്കെ വരുന്നതിന് മുന്നിൽ എനിക്ക് സാലറി തന്നു തുടങ്ങിയത് ആ ജോലിയാണ്. ഒരു മാസം ഞാൻ വിചാരിക്കുന്നതിനേക്കാളും സാലറി എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഞാൻ ജീവിക്കുന്നത് ഈ യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ ഇൻകം കൊണ്ടല്ല, എൻ്റെ കെയർ ഹോമിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഇൻകം കൊണ്ടാണ്. അപ്പം
അവർ നമുക്ക് ഓൾറെഡി നമുക്ക് ട്രെയിനിങ് തന്നിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യണമെന്ന് അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അത് പ്രിപ്പയർ ആയിട്ടാണ് നമ്മൾ ഉള്ളിൽ കയറുന്നത്. ഉള്ളിൽ കയറിയിട്ട് ഈ അനുഭവം കിട്ടിയതിന് ശേഷം ഇങ്ങനെയാണ് UK എന്നല്ല ഞാൻ പറയുന്നത്. ഈ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, എനിക്ക് തോന്നുന്നു നീരജയ്ക്ക് പേഴ്സണലി അറിയുന്ന ആളായിരിക്കും മരിയ. UK പോയിട്ട് UK പറ്റില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വന്ന ഒരാളാണ്. അതെ, ചിലർക്ക് ശരിയാകും ചിലർക്ക് ശരിയാകില്ല എന്നുള്ള ഒറ്റ വീഡിയോയിൽ ഭയങ്കര വൈറലായി, മില്യൺസ് ഓഫ് റീച്ച് കയറി. അതിന്റെ പേരിൽ നമ്മൾ കുറെ ഇന്റർവ്യൂസിലൊക്കെ മരിയെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ മരിയ വ്യക്തമായിട്ട് പറയുന്ന ഒരു ഫാക്ടറാണ് ഈ പറഞ്ഞ ആൾക്ക് ശരിയായില്ല. എല്ലാവരും പറയും UK പോയാൽ നല്ലതാണ്, UK പോയാൽ നല്ലതാണെന്ന്. അത് എനിക്ക് മോശമാണെന്നുള്ളത് ആരും പറഞ്ഞിട്ടുമില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. ആ സ്റ്റേറ്റ്മെന്റ് ഭയങ്കര ട്രെൻഡിങ് ആയതിന്റെ പുറത്ത് തന്നെ ഒരുപാട് ആൾക്കാർക്ക് അയ്യോ UK പോയാൽ പെട്ടുപോകുമോ, ഇപ്പൊ 15 വീട് മാറി താമസിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് മരിയയുടെ കുറേ വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ നീരജയുടെ എക്സ്പീരിയൻസ് എന്താണ്? മരിയ പറഞ്ഞതിന് ഞാൻ ഒരിക്കലും തെറ്റാണെന്ന് ഞാൻ പറയത്തില്ല. അത് ആ കുട്ടിയുടെ എക്സ്പീരിയൻസ് ആണ്. ഇപ്പൊ ഞാൻ ചെന്നപ്പോൾ ഞാൻ ഫേസ് ചെയ്ത എക്സ്പീരിയൻസ് പോലെ ആയിരിക്കത്തില്ല ആ കുട്ടി ഫേസ് ചെയ്തത്. കാരണം ഞാൻ പോയപ്പോഴത്തേക്കും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ 4-5 വീട് ഞാൻ മാറിയിട്ടുണ്ട്. പിന്നെ ആവശ്യമില്ലാത്ത ജോലികൾ ചെയ്തിട്ടുണ്ട്. കുറേ ആൾക്കാർ ഭയങ്കര ബാഡായിട്ട് ബിഹേവ് ചെയ്തിട്ടുണ്ട്. ഞാനും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ അതൊക്കെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോയപ്പോഴാണ് എനിക്ക് ഇങ്ങനൊരു സ്റ്റാൻഡിൽ നിൽക്കാൻ പറ്റും. ഇപ്പോൾ മരിയയ്ക്ക് ഇപ്പോൾ കെയർ ഹോമിലൊരു വിസ പുള്ളിക്കാരത്തി അപ്ലൈ ചെയ്തു, അത് റിജക്റ്റായി എന്ന് പറഞ്ഞു. ഇപ്പോൾ കുട്ടിക്ക് ആ വിസ കിട്ടി എന്നുണ്ടെങ്കിൽ കുട്ടി ചിലപ്പോൾ തിരിച്ച് വന്നിട്ടുണ്ടാവില്ല, വരത്തില്ല. കുട്ടി ചിലപ്പോൾ അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ആ കുട്ടി ഫേസ് ചെയ്ത് പ്രോബ്ലംസ് എല്ലാം റിയൽ ആണ്. അപ്പം എനിക്കിപ്പോഴും അറിയാം, പേഴ്സണലി UK നിർത്തിയിട്ട് നാട്ടിൽ പോകുന്ന ഒരുപാട് ആൾക്കാരെ അറിയാം. ഫസ്റ്റത്തെ എൻ്റെ സിറ്റുവേഷനിൽ ഞാൻ UK പോയ സമയത്താണെങ്കിൽ ഞാൻ അമ്മയെ വിളിച്ച് കാരണം എനിക്കിത് ശരിയാവുന്നില്ല, ചെയ്യാൻ പറ്റാത്ത ജോലികൾ വരെ ഇവിടെ ചെയ്യുന്നുണ്ട്. റെസ്റ്റോറൻറ്റിലെ ബാത്റൂം കഴുകുന്നു, വീട്ടിൽ കുനിഞ്ഞിട്ടൊരു കുപ്പ എടുക്കാത്ത റെസ്റ്റോറൻറ്റ് ബാത്റൂം. അപ്പോൾ അമ്മ പറഞ്ഞു കുഴപ്പമില്ല മോളെ, നീ പറ്റുന്നില്ലെങ്കിൽ നീ വാ, ഞങ്ങൾ നിന്നെ നോക്കിക്കോളാം. അപ്പം ഞാൻ ആ സമയത്ത് എനിക്കത് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ അതവിടെ നിർത്തിയിട്ട് തിരിച്ച് നാട്ടിൽ വരുവാണെന്നുണ്ടെങ്കിൽ എന്താണ് ലൈഫ്? എല്ലാം നമ്മൾ ഫേസ് ചെയ്യണം, എല്ലാം നമ്മൾ പഠിക്കണം. ഞാൻ പഠിച്ച പാഠമാണ്, കഷ്ടപ്പെടാൻ തയ്യാറാണോ, നിങ്ങൾക്ക് സക്സസ് ആവാൻ പറ്റിയ നാട് UK ആണ് ഉറപ്പായിട്ടും. ഇപ്പം ഈ പറഞ്ഞ സ്ട്രഗ്ലിംഗ് സ്റ്റേജ് എല്ലാം കഴിഞ്ഞ് ഇപ്പൊ UK ഹാപ്പി ആയിട്ട് സെറ്റിൽഡ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. അതെ, സെറ്റിൽഡ് ആയിട്ടാണ് പോകുന്നത്. ഞാൻ സ്റ്റുഡന്റ് ആയിട്ടാണ് UK പോയത്. ഞാൻ പകുതിക്ക് വെച്ച് കോഴ്സ് ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ടാണ് കെയർ ഹോം വിസയിലേക്ക് മാറുന്നത്. കാരണം ഞാൻ പഠിക്കുന്ന സമയത്ത് അങ്ങനെ റൂളുണ്ട്. ഇപ്പൊ റൂളില്ല, ഇപ്പൊ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താലേ മാറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ മാറിയത് വളരെ ഒരു പ്രോപ്പർ ടൈമിങ്ങിനായിരുന്നു. ആ ടൈമില് എനിക്ക് ആ മാറാൻ കിട്ടിയ സാഹചര്യത്തിൽ ഞാൻ പെട്ടെന്ന് മാറിയില്ലായിരുന്നെങ്കിൽ ഞാനും ചിലപ്പോൾ സ്റ്റുഡൻ്റ് ആയിട്ട് അത് കഴിഞ്ഞ് ജോലി ചെയ്ത് ഞാനും കുറേ പ്രശ്നങ്ങളിലേക്ക് പോയേനെ. പക്ഷേ ഞാൻ പ്രോപ്പറായിട്ട് മാറി. എനിക്ക് കെയർ ഹോമിൽ കറക്റ്റായിട്ട് സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ 20 hours വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്റ്റുഡൻ്റ് അല്ലെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും വർക്ക് ചെയ്യാം. അപ്പോൾ പ്രോപ്പറായിട്ട് 1 month നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാലറി കിട്ടുന്നുണ്ട്. പക്ഷെ അതിന് ഉപരി ഒരുപാട് എക്സ്പെൻസ് ഉണ്ട് കേട്ടോ. ഞാൻ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട് എക്സ്പെൻസ്, നല്ല എക്സ്പെൻസ് ഉണ്ട്. ബിക്കോസ് കാറൊക്കെ എടുത്ത് അതിൻ്റെ ഒക്കെ നല്ല എക്സ്പെൻസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ഹാപ്പിയാണ്. എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കുന്ന എനിക്ക് നന്നായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ ഫാമിലിയെ നന്നായിട്ട് നോക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ കാര്യങ്ങളെല്ലാം അങ്ങ് നടന്നു പോകും. ബിഗ് സർപ്രൈസ് എന്തായിരുന്നു നാട്ടിലേക്ക് വന്നപ്പോൾ? അച്ഛൻ്റെ 16th ബർത്ത്ഡേ ആണ്. അതിനായിരുന്നു നാട്ടിലേക്ക് വന്നത്. ഇല്ലെങ്കിൽ ഒരിക്കലും നാട്ടിലേക്ക് വരത്തില്ലായിരുന്നു. അപ്പൊ അച്ഛന് സർപ്രൈസ് ആയിട്ട് അച്ഛനും അമ്മയും തായ്ലൻഡിൽ കൊണ്ടുപോവുക എന്നുള്ളതാണ് ലക്ഷ്യം. കൊണ്ടുപോയി. സന്തോഷമായി എല്ലാവർക്കും. അവർക്ക് അറിയത്തില്ലായിരുന്നു. അടിപൊളി. അച്ഛന്റെ 60 വയസ്സിന്റെ ബർത്ത്ഡേക്ക് അവരെ തായ്ലൻഡിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് UK മോള് നാട്ടിൽ വന്ന് അവരെ കൊണ്ടുപോയിരിക്കുന്നത്. ഇതല്ലായിരുന്നു ബർത്ത്ഡേ പ്ലാൻ. അമ്മ പറഞ്ഞത് വീട്ടുകാരെയും ബന്ധുക്കളെയൊക്കെ വിളിച്ചിട്ട് നമുക്കൊരു വലിയ ഓഡിറ്റോറിയത്തിൽ ഒരു 100-150 പേരെ വിളിച്ചിട്ട് പാർട്ടി പ്രോഗ്രാം നടത്താം. എന്തിന് ആ ഫംഗ്ഷൻ നടത്തേണ്ട ആവശ്യമില്ല. നടത്തേണ്ട ആവശ്യമില്ലെന്നല്ല, ഈ പാർട്ടി കൊടുത്ത് ഫുഡ് കഴിച്ച് വീട്ടിൽ പോയിരുന്നു. അതേ സെയിം ടൈം അവർ നമ്മളെ കുറ്റം പറയുന്നുണ്ട്. നമ്മൾ പിന്നെ എന്തിനാ അവർക്ക് പാർട്ടി കൊടുക്കുന്നത്? നീരജിങ്ങനെ സത്യങ്ങൾ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബന്ധുക്കളാണെങ്കിലും എനിക്കൊരു പ്രശ്നമില്ല. കാരണം ഞാൻ എൻ്റെ കാതിൽ തന്നെ കേട്ടിട്ടുള്ള പല സിറ്റുവേഷൻസും ഉണ്ട്. സോ ഈ പാർട്ടിക്ക് വന്ന് അച്ഛന് ഗിഫ്റ്റും കൊടുത്ത് നമ്മൾ കൊടുക്കുന്ന ഫുഡും കഴിച്ച് വീട്ടിൽ ചെന്നിരുന്ന് അവളും അവിടെ പോയി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്ന ആൾക്കാരുള്ളൂ. ആ സെയിം പൈസ, അതിന്റെ പകുതി പൈസ എനിക്കിപ്പോൾ ആയിട്ടുള്ളൂ എൻ്റെ അച്ഛനും അമ്മയും കൊണ്ട്. ഞാൻ മാത്രമല്ല കേട്ടോ, എൻ്റെ ചേച്ചിയും കൂടെയാണ്, ഞാനും എൻ്റെ ചേച്ചിയും കൂടെയാണ് അച്ഛനും അമ്മയും UK തായ്ലൻഡിൽ കൊണ്ടുപോയി. അടിപൊളിയായിട്ടുള്ള 4 ദിവസം അവർ നന്നായിട്ട് എന്റർടൈൻ ചെയ്തു. പെട്ടി പൊട്ടിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നില്ലേ? ഞാൻ പറയാൻ തുടങ്ങുമ്പോഴേ ചിരിക്കുകയാണ്. നാട്ടിൽ വന്ന് UK വന്ന് പെട്ടി പൊട്ടിക്കുന്ന ഒരു വ്ളോഗ് ഭയങ്കര ഹാപ്പി ആയിട്ടൊരു വീഡിയോ ചെയ്തു. ഫാമിലി എല്ലായിട്ട് ഇരുന്ന് തുറക്കുന്നു, ഭയങ്കര നിഷ്കളങ്കമായിട്ട് തന്നെ ഇന്ന സാധനങ്ങൾ. അതിൻ്റെ താഴെ വന്ന കമൻറ്റ് ദേ കിടക്കുന്നു. അവൾ വാങ്ങിച്ച സാധനങ്ങൾക്ക് പൈസ വിളിച്ച് പറയാ, ഇത്ര രൂപയെന്ന് പൈസ വിളിച്ച് പറയാ. ഇതൊക്കെ കാണുമ്പോൾ എന്താ തോന്നാറ്? നമ്മൾ സ്വന്തം പൈസക്ക് വാങ്ങിച്ച സാധനം തന്നെയാണല്ലോ. അവർക്കെന്താ പ്രശ്നം? ഞാൻ ചോദിക്കട്ടെ, കഷ്ടപ്പെടുന്നത് നല്ല
പട്ടിപ്പണി എടുക്കുന്നുണ്ട്, നല്ല പട്ടിപ്പണി എടുക്കുന്നുണ്ട്. പൈസ കൊടുക്കുന്നു, സാധനം വാങ്ങുന്നു, ചോദിക്കുന്നു, പൈസ പറയുന്നു. എൻ്റെ പൈസക്ക് ഞാൻ വാങ്ങിച്ച സാധനം പൈസ പറയും. അതിനിപ്പോൾ അവർക്കെന്താ പ്രശ്നം? 1 രൂപയ്ക്ക് ഒരു സാധനം പോലും വാങ്ങാൻ കഴിവില്ലാത്തവരാണ് ഓപ്പോസിറ്റ് വന്നിരുന്ന് എൻ്റെ കമന്റ് ബോക്സിൽ വന്ന് എന്നെ തെറിയും. ഇതുകൊണ്ടാണ് ഞാൻ കമന്റ്സ് വായിക്കുന്നത്. ഇതുകൊണ്ടാണ് ഞാൻ കമന്റ്സ് നോക്കാത്തത്. ഇന്നവരെ ഏതെങ്കിലും ഡയറക്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടോ? ഇൻസ്റ്റയിൽ മെസ്സേജ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും? സത്യം പറഞ്ഞാൽ ഞാൻ കുറെ കമന്റ്സ് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയും. അല്ലാതെ ഞാൻ അങ്ങനെ എനിക്ക് റിയാക്ട് ചെയ്യണമെന്ന് തോന്നിയത് ഈ ഒരു കമന്റ് ആയിരുന്നു. കെറൂമിൽ അപ്പൂപ്പൻ്റെ അപ്പി വാരിയിട്ട് നീ ഇത്രയും. അതും ഞാൻ പിന്നെ വിചാരിച്ചു എന്തിനാ അവന്റെ ഇങ്ങനെ കമന്റ്സ് ഇടുന്നെങ്കിൽ നാട്ടുകാർ വായിച്ച അവന്റെ വില പോട്ടെ എന്ന്. അതിന്റെ താഴെ തന്നെ കുറെ പേര് പോസിറ്റീവ് നിനക്ക് എന്ത് യോഗ്യത ഉണ്ട് ഇത് പറയാൻ അവർ തന്നെ റിപ്ലൈ ചെയ്തു. ഇപ്പം അച്ഛനെയും അമ്മയും നമ്മൾ എവിടെ കൊണ്ടുപോവാണ്? യെസ്, എന്റെ കൂടെ ഫൈനലി ഞാൻ പോയ സമയം മുതൽ ഇത് യൂട്യൂബിൽ റിവീൽ ചെയ്തിട്ടില്ല. കുഴപ്പമില്ല. അയ്യോ സോറി. കുഴപ്പമില്ല. നീരജയുടെ ബിഗ് സർപ്രൈസ് സാധനമാണ് ഞാനിപ്പോ ഓപ്പൺ ആയിട്ട് ജാങ്കോ സ്പേസിൽ കൂടെ റിവീൽ ചെയ്തിരിക്കുന്നത്. യൂട്യൂബിന്റെ കണ്ടന്റ് പോയല്ലേ? എന്തായാലും അവർ അറിയേണ്ടതാണ്. ഓക്കെ. സോ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു അച്ഛനും അമ്മയും കൂടെ കൊണ്ടുവരണം, 3-4 മാസം കൂടെ നിർത്തണം എന്നുള്ളത്. ഫൈനലി ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു. കുറേ തടസ്സങ്ങൾ കാരണം അതങ്ങ് നിന്ന് പോയി. ഫൈനലി എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ കൂടെ UK വരികയാണ്. ഈ പറഞ്ഞ കബഡി പ്ലെയർ അല്ലെങ്കിൽ യൂട്യൂബർ, ഇൻഫ്ലുവൻസർ, ഈ കമന്റ് സെക്ഷനിൽ ആൾക്കാർ പറയുന്നത് കെയറോമിലെ ജോലി ഇതെല്ലാം വിട്ടിട്ട് എന്താണ് നീരജ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്വന്തമായിട്ട് പറയാൻ പറ്റുന്നത്? ഞാനൊരു സിമ്പിൾ പേഴ്സൺ ആണ്. എന്നെ എല്ലാവർക്കും ഈസി ആയിട്ട് പറ്റിക്കാം. വളരെ ഈസി ആയിട്ട് പറ്റിക്കാം. കാരണം ഇപ്പോഴും ഞാൻ പറയാം, എനിക്ക് മിത്രങ്ങളെക്കാളും കൂടുതലുള്ളത് ശത്രുക്കളാണ്. ഒരുപാട് ശത്രുക്കളുണ്ട്. പക്ഷേ ഈ ശത്രുക്കൾ നാളെ എൻ്റെ മുന്നിൽ നിന്ന് നീരജ സുഖമാണ്, സുഖമാണ്, നിങ്ങൾക്ക് സുഖമാണോ എന്നൊക്കെ ചോദിച്ച് ചിരിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തി. ശരിക്കും ഭയങ്കര ഇമോഷണലി ഡൗൺ ആയിട്ടുള്ള ഒരാളാണോ? ഇമോഷണലി ഡിപ്പെൻഡന്റ് ആണോ? ഇമോഷണലി ഡൗൺ ആയിട്ടുള്ള ആളാണെന്ന് ചോദിച്ചാൽ ഞാൻ ഭയങ്കര ബോൾഡാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഭയങ്കര സെൻസിറ്റീവാണ്. എനിക്ക് ഈ കഴിഞ്ഞ കുറേ ഒരു 6-7 മാസം കൊണ്ടാണ് ഞാൻ ഭയങ്കര സെൻസിറ്റീവായി തുടങ്ങിയത്. അതിൻ്റെ കാരണം വെച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് ഈ സിനിമയിലൊക്കെ പറഞ്ഞാൽ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന ആ സെയിം സീനാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ കൂടെ ആരുമില്ല മീൻസ് ഈ ഒരു സിറ്റുവേഷനിൽ വരെ ഞാൻ വന്ന് നിൽക്കുന്നത് എൻ്റെ ഒറ്റയ്ക്കുള്ള സ്ട്രഗിളിങ്ങും ഞാൻ അങ്ങനെയാണ് ഞാൻ വന്നത്. ചില സമയത്തൊക്കെ നമുക്ക് തോന്നും ആരെങ്കിലും ഒരാൾ നമുക്ക് സപ്പോർട്ടിന് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് തോന്നുന്നു കല്യാണം കഴിച്ചാലോ. അപ്പോൾ നമുക്ക് ആ ഒരു ഇമോഷണലി ഡൗൺ ആവുന്ന സമയം എന്ന് വെച്ചാൽ നമുക്ക് കൊളാബറേഷൻസ് ആണ് കൂടുതലും വരുന്നത്. അപ്പം ഇപ്പോൾ റെസ്റ്റോറൻറ്റ് കൊളാബറേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ചെന്ന് കെഞ്ചും, നമ്മൾ എല്ലായിടത്തും ഒന്ന് കൂടെ വരൂ. അവർക്ക് സത്യം പറഞ്ഞാൽ ബെനിഫിറ്റ്സ് ഒന്നുമില്ല, പക്ഷെ അവർ നമ്മളെ ഫ്രണ്ട്സ് അല്ലേ. പക്ഷെ അവർ പറ്റില്ല. പക്ഷെ അതിന് കാരണം അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. അവർ വർക്ക് ചെയ്യുന്നവരാണ്, അവർക്ക് ജോലിയുണ്ട്. പക്ഷേ ജോലി ഇല്ലാതെ നിന്നിട്ട് പോലും കൂടെ വരാൻ പറ്റില്ല എന്ന് പറയുന്ന കുറേ ഫ്രണ്ട്സ് എനിക്കുണ്ട്. ഞാൻ അതുപോലെ പറഞ്ഞു, എനിക്ക് അങ്ങനെ അധികം വലിയ ഫ്രണ്ട്സ് ഗ്യാങ് ഒന്നും ഉള്ള ഒരാളെ അല്ല. ചുരുക്കം 1-2 ഫ്രണ്ട്സ്, കൂടിപ്പോയ 1-2 ഫ്രണ്ട്സ് എനിക്കുള്ളൂ. പിന്നെ എൻ്റെ ചേച്ചി, അവരൊക്കെയാണ് എൻ്റെ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നത്. ഇങ്ങനെ പറയുന്ന ആൾക്കാരായിട്ട് പിന്നെ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ടോ ഫ്രണ്ട്സായിട്ട് തന്നെ? ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആരെയും ശത്രുക്കളായിട്ട് കാണാൻ പറ്റത്തില്ല. അവർക്ക് നമ്മളൊരു ബാഡ് ആണെങ്കിൽ പോലും സത്യം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടെ നിൽക്കുന്ന കുറേ പേര് ഇപ്പോഴും ഉണ്ട്. അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം അവരതിനാണ് നിൽക്കുന്നത്. അപ്പം എൻ്റെ ഒരു സംഭവം വെച്ചിട്ട് എന്നെ ചീറ്റ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു കോണ്ടാക്റ്റും വെക്കത്തില്ല, അങ്ങ് കട്ട് ചെയ്യും. അയാൾ എന്നെ നാളെ വന്ന് ചിരിച്ചുകൊണ്ട് സംസാരിച്ചാൽ ഞാൻ തിരിച്ച് സംസാരിക്കും. അത്രയും പാവമാണെന്നല്ല, പക്ഷേ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവൾ ഇൻഫ്ലുവൻസർ ആണ്, ഇവളെ കൂടെ നിന്നാൽ ഞങ്ങൾക്കും ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും. UK എന്ന് പറയുന്നൊരു രാജ്യം എന്നെ മാത്രമല്ല കേട്ടോ, ഒരാളെയും വിശ്വസിക്കരുത്, ഒറ്റ മനുഷ്യരെ വിശ്വസിക്കരുത്. ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ കൂട്ടുകൂടരുത്. പിന്നെ ആരും ഇല്ലെന്നല്ല, ഇപ്പം നിഷ ചേച്ചി ആണെങ്കിലും എൻ്റെ ചേച്ചി സുലിത്ത്, ഇവരൊക്കെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ്. അവർക്കൊക്കെ എന്നെ കൊണ്ട് ആവശ്യങ്ങളില്ല, പക്ഷെ ഇങ്ങനെ ആവശ്യത്തിന് സ്നേഹം കൊണ്ട് കൂടെ നിൽക്കുന്നതാണ്. ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവളെ കൂടെ നിന്നാൽ നമുക്ക് ബെനിഫിറ്റ് ഉണ്ട്. ഇവള് വഴി നമുക്ക് വേറെ കോണ്ടാക്ട്സ് കിട്ടും, ജോലി കിട്ടും. എൻ്റെ അടുത്ത് ഇപ്പോഴും നീരജ എനിക്ക് പാർട്ട് ടൈം ഒപ്പിച്ചു തരും, അത് ഒപ്പിച്ചു തരും. ഞാൻ എപ്പോഴും പറയും നോ, പറ്റത്തില്ല. ഞാൻ സ്ട്രഗിൾ ചെയ്ത് കഷ്ടപ്പെട്ടിട്ടാണ് ഞാനൊരു സിറ്റുവേഷനിൽ വന്നത്. അങ്ങനെ നിങ്ങൾ കണ്ടുപിടിച്ച് കരഞ്ഞ് പറ്റാത്ത പണികൾ ചെയ്ത് നിങ്ങൾ മുകളിലോട്ട് വന്നാലേ നിങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ഹാർഡ് വർക്ക് ചെയ്യും. പെട്ടെന്ന് കയറി വരുമ്പോൾ ഞാൻ ഒപ്പിച്ചേരാന്ന് പറഞ്ഞാൽ ഞാൻ ജോലി ഒപ്പിച്ചെടുത്താൽ പിന്നെ അവരെന്തിനാ UK വന്ന് എന്തിനാ കഷ്ടപ്പെടുന്നത്? അപ്പം എല്ലാം സിമ്പിളാണ്, UK എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, ഇനി നമുക്കെല്ലാം വളരെ സിമ്പിളായിട്ട് ചെയ്യാമെന്നുള്ളൊരു മൈൻഡായി പോകും.
കഷ്ടപ്പെട്ട് ഇറങ്ങി ഓരോ കടകളോരം കയറി തെണ്ടി ചേട്ടാ ജോലി തരൂ, ചേട്ടാ ജോലി തരൂ, ഓരോ സ്ഥലത്ത് അപ്ലൈ ചെയ്ത് പോയി പറ്റാത്ത പണിയൊക്കെ ചെയ്ത് തന്നെയാണ് നിൽക്കുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജോലി വീഡിയോ എടുക്കുന്നത്, എഡിറ്റ് ചെയ്യുന്നത്, കുക്ക് ചെയ്യുന്നത്, ഓരോ സ്ഥലങ്ങളിൽ പോകുന്നത്. ചില സമയത്ത് ഞാൻ കാറിലൊക്കെ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഞാൻ ഇന്ന് കരയിഞ്ഞ് എന്തുകൊണ്ട് നമ്മൾ ഒറ്റപ്പെട്ടു പോയി. സത്യം പറഞ്ഞാൽ UK എന്ന് പറയുന്ന രാജ്യം അങ്ങനെയാണ്, നമ്മൾ ഒറ്റയ്ക്കാണ് അവിടെ, നമുക്ക് ആരും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ അച്ഛനും അമ്മയൊക്കെ വിട്ട് നമ്മൾ അങ്ങനത്തെ രാജ്യം പോകുമ്പോൾ നമ്മളവിടെ ഒബ്വിയസ്ലി ഒറ്റയ്ക്കാണ്. പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു ഫീൽഡിലും കൂടെ നിൽക്കുന്നത് കൊണ്ട് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളൊരു വിഷമം ഈ ഒറ്റപ്പെടൽ തന്നെയാണോ? ഒറ്റപ്പെടൽ തന്നെയാണ്. പക്ഷേ പിന്നെ നമ്മളത് യൂസ് ടു ബി ആവും. നമ്മൾ റൂമിനകത്ത് ഇപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം വെച്ചാൽ എൻ്റെ റൂമിനകത്ത് ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം. അതൊരു കംഫർട്ട് പ്ലേസ് ആണ്. കംഫർട്ട് പ്ലേസ് ആണ്. പക്ഷേ നമ്മൾ ആരും ഉപയോഗിക്കുന്നില്ല, ആർക്കും നമ്മൾ ആവശ്യമില്ല, നമ്മളായിട്ട് ആർക്കും ഉപയോഗിക്കാൻ വേണ്ടി നിന്ന് കൊടുക്കുന്നില്ല. അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇൻസ്റ്റ എടുത്ത് നോക്കുമ്പോൾ ഭയങ്കര ബോൾഡായിട്ടുള്ള കബഡി കളിക്കുന്ന ഫോട്ടോയും ഇല്ലെങ്കിൽ വീഡിയോസിലൊക്കെ ഭയങ്കര ചിരിച്ച് നിൽക്കുന്ന ആളുടെ വേറൊരു വേർഷനാണ് നമ്മളിപ്പം തൊട്ട് മുമ്പേ നമ്മൾ കണ്ടത്. അല്ലെങ്കിൽ ഇങ്ങനെ പൊട്ടി നിൽക്കുന്ന പിന്നെ കൺട്രോൾ ചെയ്ത് നിൽക്കുകയാണ്. ഓക്കെ ഫൈൻ. എന്തായാലും നല്ലൊരു സ്റ്റേജിൽ ഇപ്പോൾ എത്തിയല്ലോ, അത് തന്നെ വലിയൊരു കാര്യം. ഒറ്റയ്ക്കാണെങ്കിലും ആ ഒറ്റയ്ക്ക് നിന്ന് സ്ട്രഗിൾ ചെയ്ത് ഇപ്പോഴത്തെ അച്ഛനും അമ്മയും വരെ കൊണ്ടുപോകുന്ന ഒരു പ്രൗഡ് മൊമെന്റിൽ എത്തി നിൽക്കുമ്പോൾ ഭയങ്കര സന്തോഷമില്ലേ? അത് മതി. നമുക്ക് എൻഡ് റിസൾട്ട് എന്തായാലും ഹാപ്പിയാണല്ലോ, അത് മതി. കാരണം ഭയങ്കര ബോൾഡായിട്ട് ഇപ്പം എല്ലാം ഫേസ് ചെയ്യാൻ, എന്ത് വന്നാലും എനിക്കിനി ഒരു പ്രശ്നവുമില്ല, എനിക്കിനി ഫേസ് ചെയ്യാൻ എനിക്ക് ഓക്കെയാണ്. കാരണം ഇതിൽ കൂടുതലൊന്നും ഒരു പെൺകുട്ടിക്ക് ഇനി ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. ഒരിക്കലും ഒരു പെൺകുട്ടിക്ക് ഇതിൽ കൂടുതലൊന്നും ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ദിവസം രാത്രി, ഞാൻ ഓപ്പണായിട്ട് പറയാം കേട്ടോ, ഒരു ദിവസം രാത്രി ഞാൻ UK ബാഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ ഞാൻ പറഞ്ഞുതരാം. ഒരു ദിവസം രാത്രി ഞാൻ UK സ്റ്റുഡൻ്റ് ആയിരുന്ന സമയത്ത് എനിക്ക് ഈ അടിപിടി കൂടുന്നതും കത്തിക്കുത്തൊക്കെ ഇങ്ങനെ ഭയങ്കര പേടിയാണ് എനിക്ക്. ഭയങ്കര എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞാൻ ഒരു ദിവസം യൂണിവേഴ്സിറ്റിയിലെ ലൈബ്രറിയിൽ നിന്ന് ഞാൻ തിരിച്ചു വരുന്നു. രാത്രി ഒരു 12 മണിയൊക്കെ ആയി കാണും. ഞാൻ നടന്നു വരുന്ന വഴിയിൽ അവിടെയൊന്നും ആരുമില്ല, കോവൻട്രിയിൽ കേട്ടോ, അവിടെയൊന്നും ആരുമില്ല. ഞാൻ നടന്നു വരുമ്പോഴത്തേക്കും എൻ്റെ കുറച്ച് ഫ്രണ്ടിൽ 2 നൈജീരിയക്കാരന്മാർ ഒരു പെൺകുച്ചിൻ്റെ കൈ പിടിച്ച് വലിക്കും. അപ്പൊ ഞാൻ പെട്ടെന്ന് സ്റ്റക്കായി. അവരുടെ കയ്യിൽ തോക്കുണ്ട്, കത്തിയുണ്ട്, എല്ലാം ഉണ്ട്. എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാൻ പെട്ടെന്ന് കൈ പൊത്തിയിട്ട് ഞാൻ പെട്ടെന്ന് ഒരു തൂണിന്റെ മറകിൽ ഞാൻ ഇങ്ങനെ മറഞ്ഞു നിന്നു. ഞാൻ അങ്ങോട്ട് ചെല്ലുവാണെങ്കിൽ എന്നെയും കൂടെ കൊല്ലും. എന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ ആ കുട്ടീനെ ഒരു കൈ പിടിച്ച് വലിച്ചിട്ട് അങ്ങ് പോയി, എന്തൊക്കെയോ ചെയ്തിട്ട് അങ്ങ് പോയി. റിയാക്ട് ചെയ്യാനും പറ്റില്ല, പക്ഷെ ഭയങ്കര ഒരു ഹെൽപ്ലെസ് ആയിട്ട് നമ്മൾ നിൽക്കുവാണ്. ഞാൻ കുറച്ചു നേരം അവിടെ സ്റ്റക്കായിട്ട് ഞാൻ അവിടെ ഇരുന്നിട്ട് അവർ പോയ സമയത്ത് ഞാൻ പെട്ടെന്ന് ചാടി അടിച്ചു. അവർ തിരിച്ച് വീണ്ടും വന്ന് ആ കൊച്ചിനെ കാറി കയറ്റിക്കൊണ്ടുപോയി. ഈ സിറ്റുവേഷൻ ഞാൻ എൻ്റെ 2-3 ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അത് ലൈക്ക് പോലീസിൽ കയറ്റിക്കൊണ്ട് പോയിട്ട് ഞാൻ പെട്ടെന്ന് സ്റ്റക്കായിട്ട് ഞാൻ അവിടെ പേടിച്ചിട്ട് ഞാൻ ഇരിക്കുവാണ്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇനി ഞാൻ അങ്ങോട്ട് നടന്നു ചെന്നാൽ എന്നെ പിടിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഇരിക്കുന്ന സമയത്ത് എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ ഞാൻ പെട്ടെന്ന് കോൾ വിളിച്ചോടെ ഒന്ന് പെട്ടെന്ന് ആടാന്ന് പറഞ്ഞിട്ട് വിളിച്ചപ്പോൾ അവൻ്റെ ഫ്രണ്ട്സ് എന്ത് ചെയ്യും, അവനിങ്ങനെ കയറ്റിക്കൊണ്ട് പോയി എന്നിട്ട് ഞങ്ങളെല്ലാവരും കുറച്ച് ഫ്രണ്ടിലോട്ട് നടന്നപ്പം ആ കൊച്ചിൻ വേറൊരു സ്ഥലത്ത് ആ കൊച്ചിരുന്ന് കരയുന്നു. ആ കൊച്ചിൻ്റെ ഫോണ്, ആ കൊച്ചിൻ്റെ തിങ്സ്, ബാഗ് എല്ലാവരും അതായിരുന്നു അതിന്റെ. പക്ഷെ ആ കൊച്ചിനെ കാറി കയറ്റി എന്താണെന്ന് അറിയത്തില്ല. അപ്പം ആ കൊച്ചിരുന്ന് കരയുന്നു. അപ്പം ഞങ്ങൾ ആ കൊച്ചിൻ്റെ വീട്ടിലൊക്കെ ഫോൺ വിളിച്ചിട്ട്, ഒരു കൊച്ചെന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഒരു 10-40 വയസ്സ് വരും, ഒരു ആൻറ്റി. പക്ഷെ കുഞ്ഞു കുട്ടിയല്ല കേട്ടോ, അവിടുത്തെ അവരുടെ ലുക്കൊക്കെ വെച്ച് നമ്മുടെ സെയിം ഏജ് ആണെന്നൊക്കെ നമ്മൾ വിചാരിക്കും. അപ്പൊ ആ ഒരു ഇംഗ്ലീഷുകാരത്തിയാ കേട്ടോ, ഭയങ്കര കരച്ചില്, അവരുടെ കയ്യിലൊക്കെ എന്തോ മുറിവൊക്കെ ഉണ്ട്, അവരിങ്ങനെ വാന്തിയ മുറിവൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ കംപ്ലൈന്റ് ചെയ്താലും ഒരു ഉപയോഗമില്ല. ഇങ്ങനെ എന്തെങ്കിലും നമ്മൾ ഫേസ് ചെയ്താലും അത് റിപ്പോർട്ട് ചെയ്തിട്ടൊന്നും ഒരു യൂസും ഇല്ല. ഫോൺ പോവും, ലാപ്ടോപ്പ്, കാറൊക്കെ അടിച്ച് പൊളിച്ചിട്ട്. എത്രത്തോളം സെക്യൂർഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമല്ലേ? ഒരിക്കലും സെക്യൂർഡ് അല്ല. UK ഒരിക്കലും സെക്യൂർഡ് ആണെന്ന് നമ്മൾ പറയാൻ പറ്റില്ല. നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ സേഫായിട്ട് നടന്നാൽ ഓക്കെ. നമുക്കാണെങ്കിൽ പോലും എപ്പോഴും എന്തും സംഭവിക്കാം. കാരണം ഒരുപാട് കേസുകളുണ്ട് UK കത്തിക്കുത്ത്, വെടിവെച്ച് കൊല്ലുന്നു, അങ്ങനത്തെ ഇങ്ങനത്തെ കാര്യങ്ങൾ. നമ്മൾ കുറച്ച് കൺസേൺ ആയിട്ട് ഇരിക്കണം. നമ്മളെപ്പോഴും നമ്മൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, രാത്രിയൊക്കെ പോകുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക, അങ്ങനത്തെ സീനൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനത്തെ ഉള്ള ഡ്രോമയൊക്കെ ഞാൻ ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം എനിക്ക് മനസ്സിലായി, നമ്മൾ ഇങ്ങനെ കരഞ്ഞ് വിഷമിച്ച് ഈ കമന്റ്സ് ഒക്കെ വായിച്ചിട്ട് അയ്യോ എനിക്ക് നോക്കിയിരുന്നിട്ട് കാര്യമൊന്നുമില്ല, ലൈഫ് വേറെയാണ്, വരാനുള്ളത് എപ്പോഴാണെങ്കിലും വരും. ഇപ്പൊ മരിക്കണോ എപ്പോഴാണെങ്കിലും. ഇതുപോലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ഒരാൾക്ക് പിന്നെ കമന്റ്സ് കണ്ട എന്ത് വെക്കാനാ? ഒന്നും വെക്കൂല. ഇപ്പൊ കമന്റ്സ് ഒന്നും ഞാൻ ഇപ്പൊ വായിക്കാറ് പോലും ഇല്ല. ഒരു കമന്റ്സ് ഞാൻ വായിക്കാറില്ല. പെട്ടെന്ന് മറ്റേ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് എന്തെങ്കിലും കാണുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ റാൻഡമായിട്ട് കണ്ടുപോകുന്നതേ ഉള്ളൂ. ഈ വീഡിയോ കോണ്ടന്റിന്റെ ഐഡിയയുടെ കാര്യം പറയുമ്പോഴേ, ഒരു പീരിയഡ്സ് ആയിട്ട്
ഒരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ പീരിയഡ്സ് പെയിൻ. അതിലൂടെയാണ് നീരജ വൈറലായത്. അതിനുശേഷം പീരിയഡ്സ് നീരജ, വയറുവേദന നീരജ, അങ്ങനെ പേര് എന്നെ ആൾക്കാർ വിളിച്ചോണ്ടിരുന്നു. പീരിയഡ്സ് നീരജ, പീരിയഡ്സ് വേദന വന്നു, ആ വേദന കൊച്ചിനെ ഒന്ന് മാറ്റിയിരുത്തു, ഇങ്ങനത്തെ സീനൊക്കെയാണ്. അങ്ങനൊക്കെ പറയായിരുന്നോ? അയ്യോ, അത് ശരിക്കും എന്താ സംഭവം? 7ാം ക്ലാസ്സിലും കൊണ്ട പീരിയഡ്സ് ആയ വ്യക്തിയാ തുടങ്ങും. എനിക്ക് പീരിയഡ്സ് ആവുന്ന സമയത്ത് അങ്ങനെ പെയിനും കാര്യങ്ങളൊന്നും എനിക്ക് ഇതുവരെ വന്നിട്ടുമില്ല, അങ്ങനെ വരാറുമില്ല. ഇടയ്ക്കിടയ്ക്ക് വന്നാൽ ഓക്കെ ബ്ലഡ് സെല്ല് കഴിച്ചിട്ടുണ്ടെങ്കിൽ വെച്ചൊന്ന് റെസ്റ്റ് എടുത്ത് ചൂടുവെള്ളം കുടിച്ചാൽ മാറും. പക്ഷേ ഞാൻ കഴിഞ്ഞ തവണ നാട്ടിൽ വന്ന സമയത്ത് തിരിച്ച് UK പോകുന്ന ആ ഒരു ടൈമിൽ മരിച്ചില്ലെന്നേ ഉള്ളൂ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ഒരു പെയിൻ ഞാൻ ഫേസ് ചെയ്യുന്നത്. അപ്പൊ വിചാരിക്കും ഈ സമയത്ത് അവർക്ക് വീഡിയോ എടുക്കാൻ പ്രശ്നമൊന്നും ചോദ്യം. ഞാൻ എൻ്റെ വീട്ടിലാണ് നിന്ന്, എൻ്റെ അച്ഛനമ്മ എൻ്റെ കൂടെ ഉണ്ട്. അപ്പൊ ഞാൻ അവരുടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അമ്മ ഇങ്ങനെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കണം എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ആ സമയത്ത് എനിക്ക് കണ്ടന്റ് വേണം, ഈ കണ്ടന്റ് വേണമായിരുന്നു. പക്ഷെ കണ്ടന്റിന് വേണ്ടിയിട്ട് എടുത്ത വീഡിയോസ് അല്ല. പക്ഷെ ഞാൻ ഇന്ന് പോകുമ്പോൾ ഗൈസ് ഞാൻ ഇന്ന സാധനങ്ങൾ പാക്ക് ചെയ്തു, അച്ഛനും അമ്മയൊക്കെ കരച്ചിലാണ്, അപ്പൊ ഞാൻ പോകാം, ഇങ്ങനത്തെ കണ്ടന്റാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഉദ്ദേശിച്ചത്. അപ്പൊ അതിൻ്റെ ഇടയിൽ ഈ വേദനയും കൂടെ വന്നപ്പോൾ എനിക്ക് എൻ്റെ പ്രശ്നം വെച്ചാൽ ആ സമയത്ത് ഞാനും എൻ്റെ അച്ഛനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹെൽപ്പ് ചെയ്യാൻ ഈ പറയുന്ന ഫാമിലി മെമ്പേഴ്സോ അല്ലെങ്കിൽ ഈ ഫ്രണ്ട്സോ ഒരാളും വന്നിട്ട്. അതാ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ടല്ലോ, ഒരു ആവശ്യം വരുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഫേസ് ചെയ്ത ഏറ്റവും വലിയ പെയിൻ അതായിരുന്നു. എന്നുവെച്ചാൽ അപ്പൊ അവർ വിചാരിക്കും ടാബ്ലറ്റ് കഴിക്കാത്തത്, ഡോക്ടറെ കാണിക്കാത്തത്, അത് ചെയ്യാത്തത്, ഒരുപാട് കമന്റ്സ് വന്നു. ഞാൻ ആദ്യമായിട്ടാണ് ആ പെയിൻ അനുഭവിക്കുന്നത്. 3 വർഷങ്ങൾ പീരിയഡ്സ് ആയിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ആ പീരിയഡ്സ് പെയിൻ അനുഭവിക്കുന്നത്. അപ്പൊ ഞാൻ വെച്ചാൽ അടുത്ത പീരിയഡ്സിൽ ചിലപ്പോൾ അങ്ങനത്തെ പെയിൻ കാണും. അതിനുശേഷം പിന്നെ എനിക്ക് അങ്ങനത്തെ പെയിൻ വന്നിട്ടില്ല. ആ ഒരു 2 ദിവസം ഫസ്റ്റ് ഞാൻ പോകുന്ന ദിവസവും ഫ്ലൈറ്റിലിരിക്കുന്ന ആ ഒരു സമയം ഞാൻ സ്ട്രഗിൾ ചെയ്തത് 2 കാര്യങ്ങളുണ്ടോ ഒന്ന് വീഡിയോ ഇടാൻ. ഒന്ന്, ഇതുപോലെ വേറെ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയണം. 2, ഈ ഒരു പീരീഡിൽ ഞാൻ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്താണ് ഞാൻ UK എത്തിയത് എന്ന് എനിക്ക് അറിയിക്കണം. അപ്പോൾ ഇതിന് താഴെ കുറേ പേര് വന്ന് ചേച്ചി എനിക്കും ഇങ്ങനെയുണ്ട്. അപ്പോൾ എല്ലാവരും പറയും, ഓ ലോകത്ത് ആദ്യമായിട്ട് പീരിയഡ്സ് ആയ വെണ്ണാണ് നീരജ. അതും പിന്നെ ഡൈസന്റെ ഹെയർ കിറ്റ് ഒക്കെയാണ് നമ്മുടെ വൈറൽ വീഡിയോ. അതൊക്കെ കാണുന്നവർക്ക് മനസ്സിലാവും, എസ്പെഷ്യലി ഗേൾസിന് മനസ്സിലാവും ആ വീഡിയോയുടെ ഒക്കെ ഇമ്പോർട്ടൻസ് എന്താന്ന്. ഇതൊക്കെ എത്രയോ പേരുടെ ഡ്രീമാണ്. ഇപ്പൊ നീരജ അല്ലാതെ തന്നെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് വേറെ ഞാനത് ചെയ്ത് കണ്ടിട്ടുണ്ട്. ഡൈസന്റെ ഹെയർ കിറ്റ് വാങ്ങിക്കുന്നത് വലിയൊരു സംഭവമായി ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അവർക്കത് പോസിറ്റീവ് കമന്റ്സും നീരജയ്ക്ക് ഒരു പരിധിവരെ നെഗറ്റീവ് കമന്റ്സും ആണ്. ഇപ്പോ ദിയ കൃഷ്ണ, ഞാൻ നെഗറ്റീവ് പറഞ്ഞാൽ ദിയ കൃഷ്ണ ചേച്ചി ഞാൻ നല്ല ഫാനാണ് കേട്ടോ. പുള്ളിക്കാരത്തി ചേട്ടൻ ഒരു ഡൈസന്റെ ഹെയർ കിറ്റ് മേടിച്ചു കൊടുത്തു. അവർക്കൊക്കെ പൈസയുണ്ട്, അവർ ചെയ്യുന്നു, അവർ സമ്പാദിക്കുന്നു, അവർ പൈസയുണ്ട്, അവർക്കൊക്കെ നല്ല കമന്റ്സ്. ഞാൻ പൈസക്ക് വേണ്ടി കഷ്ടപ്പെടുകയാണ്. ഞാനൊക്കെ കയറി വരുന്ന ഒരു ടൈമാണ്. ആ ഡിസിഷൻ എടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടിയോ? അപ്പൊ ഞാൻ റിഗ്രറ്റ് ചെയ്തു. റിഗ്രറ്റ് ആയോ അതിന്? പക്ഷെ വാങ്ങണ്ട കേട്ടോ, ആരും വേണ്ട. എന്തെറ്റിക്കൊള്ളു നെഗറ്റീവ് റിവ്യൂ വേണ്ട, വാങ്ങണ്ട. വിചാരിച്ച ഒരു സാധനം കേളർ നമ്മൾ യൂസ് ചെയ്ത് വിചാരിക്കുന്ന രീതിയിൽ വർക്ക് ആവുന്നില്ല. കാരണം കേൾ ചെയ്താൽ അത് അപ്പൊ തന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ അതങ്ങ് നേരെ പോകും, നേരെ ആവുന്നുണ്ട്. അതിനേക്കാളും ചീപ്പായിട്ട് വാങ്ങുന്ന പ്രൊഡക്ട്സ് കേളിങ് അങ്ങനെ കിടക്കുന്ന ഇതുണ്ട്. ബാക്കിയുള്ള ഡ്രയറും സ്ട്രെയിനറും ഒക്കെ സെറ്റാണ്. കേളർ അത്ര. പക്ഷെ നമ്മൾ ഇത്ര എക്സ്പെൻസ് കൊടുത്തിട്ട് ഒരു സാധനം വാങ്ങിക്കുമ്പോൾ എല്ലാം ഈക്വലി നമുക്ക് യൂസ്. പക്ഷേ റിഗ്രറ്റ് ചെയ്യുന്ന വെച്ചാൽ ആ സാധനത്തിനെ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുള്ളൂ. പക്ഷെ എന്റെ പൈസ കൊണ്ട് എന്റെ ഒരു ഡ്രീം നടന്നു എന്നുള്ളതിൽ പ്രൗഡാണ്. ഓക്കെ, ഡൺ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറേ നേരമായിട്ട് നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഒരുപാട് സന്തോഷം നീരജയെ പരിചയപ്പെടാൻ പറ്റിയതിലും. ഈ പറഞ്ഞ ഒരു കബഡി പ്ലെയർ, അതൊക്കെ നമുക്ക് അങ്ങനെ എന്താ നമ്മുടെ ഫ്രണ്ട് ലിസ്റ്റിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരാളല്ല. അപ്പോൾ എന്തായാലും നീരജയെ കാണാൻ പറ്റിയാലും സംസാരിക്കാൻ പറ്റില്ല, ഒരുപാട് സന്തോഷം. അതിലുപരി അച്ഛനും അമ്മയ്ക്കും വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഇൻഡിവിജ്വലാണ്. സോ അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. കണ്ണു നിറയുന്നുണ്ട്. ഞാൻ ഇൻട്രോ പറയുന്നതും തൊട്ട് ഞാൻ വൈൻഡപ്പ് പറയുന്നവരെയും കണ്ണു നിറയുന്നുണ്ട്. എന്തായാലും ഈ വിഷമവും കാര്യങ്ങളും ഇതൊരു സന്തോഷത്തിന്റെ കണ്ണുനീരാവട്ടെ. എന്തായാലും ഇനി മുന്നോട്ടും ഒരുപാട് നല്ലൊരു ലൈഫ് ആവട്ടെ. അച്ഛനമ്മയും UK കൊണ്ട് ഫുൾ അടിച്ചു പൊളിക്ക് നല്ല നല്ല വീഡിയോസും നല്ല നല്ല വ്ളോഗും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റട്ടെ. താങ്ക്സ് ഫോർ ജോയിനിങ് നീരജ. താങ്ക് യു സോ മച്ച്. ജംഗോ സ്പേസ് ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഓക്കേടാ, താങ്ക് യു.